എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? ഇതുവരെയുള്ള ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് ഞാൻ ഓണാക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഈ ഒരു ഇതിക്ക് കയറുന്നുള്ളത് തൊട്ട് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് വിട്ടുപോയതാണ്. ഓക്കെ, അതിൻ്റെ നോട്ടൊന്ന് പ്രോപ്പറായിട്ടൊന്ന് സുബിതക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, ആളോട് പറയണം റെക്കോർഡിങ്സ് ഓണാക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ എൻഡ് ചെയ്തപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങളുടെ നോട്ടിലുണ്ട്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആളോടൊന്ന് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറയാം കേട്ടോ. ഓക്കെ, ഓക്കെ അല്ലേ? ഇനി ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു പോർഷനിൽ ഫിക്സ്ഡ് കോസ്റ്റ് സോപ്പിന്റെ സെഗ്മെന്റ് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ ഫിക്സ്ഡ് കോസ്റ്റ് വരാം? ഫിക്സ്ഡ് കോസ്റ്റ് എങ്ങനെ വരാം? ഇതിൽ ആരൊക്കെ ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും? പറ. ആദിലിന്റെ ഒഴിവാക്കാൻ കഴിയും. ആദിലിന്റെ ഒഴിവാക്കാൻ പറ്റുമോ? മറ്റേ സെഗ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാകുമ്പോ പിന്നെ രാമുനും ഈ ഒരു ഷാമ്പൂവിന്റെ സെഗ്മെന്റ് മാത്രം നോക്കാൻ ഇത്രയും സാലറി അത് എക്സ്ക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, എങ്ങനെ ബാക്കിയുള്ളവർ പറ. ഒരു കമ്പനിയുടെ ഓണർ എന്നുള്ള നിലക്ക് നമ്മൾ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം അല്ലേ? ഓക്കെ, ഇയാൾക്ക് ഇത്രയും വെറുതെ എന്തിനത്ര സാലറി കൊടുത്ത് അവിടെ നിർത്തുന്നത് അല്ലേ? പക്ഷെ ഇവിടെ അത് ഡിപ്പെൻസ് ഓൺ ഓരോ കമ്പനിക്ക് അനുസരിച്ചിരിക്കും അല്ലേ? ഡിപ്പെൻസ് അല്ലേ? ഇവിടെ നമുക്ക് എന്തായാലും ഒഴിവാക്കാൻ പറ്റുന്ന ഒരാളെ ഉള്ളൂ, ഒറ്റൊരാളെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അത് രാജുവിനെയാണ്. ഓക്കെ, പെർമനന്റ്ലി നമുക്ക് ഒരു ആവശ്യമില്ലാത്ത ആൾ എന്ന് പറയുന്നത് രാജുവാണ്. ഓക്കെ, കാരണം ആ ഒരു സെഗ്മെന്റ് നിലവിലില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒരാൾ ആവശ്യം അവിടെ ഉണ്ടോ? ഇല്ല. പക്ഷെ അതിന്റെ ആവശ്യം അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടി നമുക്കത് എന്താണ്, ഒരു ബാധ്യതയാണ് അയാളുടെ ആ സാലറി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു അതായത് രാമു നോക്കുന്ന ഒരു സെഗ്മെന്റിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നിർത്തുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ബാധ്യതയാണ്. എന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അത്യാവശ്യം നല്ല സാലറി ഒക്കെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ എംപ്ലോയീസിനെ അത്യാവശ്യം നല്ല രീതിയിൽ എംപ്ലോയീസ് ഓരോ കാര്യങ്ങളും ഏൽപ്പിച്ചത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാൾ ആവശ്യം അവിടെ ഉണ്ട്. പ്രോപ്പറായിട്ട് അങ്ങനെ ഒരാൾ ആവശ്യം എന്തുണ്ട്, അവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു രാജുവിന്റെ ഇത് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോസ്റ്റ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഫൈൻഡ് ചെയ്യുക? സോപ്പും ഷാമ്പും ഉള്ള സമയത്തുള്ള ഇതാണ് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള 1200. ഓക്കെ, ഇനി സോപ്പ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഡ്രോപ്പ് ചെയ്തിട്ട് വരുന്ന ഒരു പ്രോഫിറ്റ് ഫൈൻഡ് ചെയ്ത് മനസ്സിലാവുന്നുണ്ടോ? സോപ്പ് എന്ന് പറയുന്ന സെഗ്മെന്റ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാ, ഒരു പ്രോഫിറ്റ് എങ്ങനെയാണ് അതിന്റെ ആ ഒരു പ്രോഫിറ്റ് പ്രോപ്പറായിട്ട് എങ്ങനെ വരിക എന്നുള്ളത്, ആ കമ്പനിയുടെ പ്രോഫിറ്റ് എങ്ങനെ വരിക എന്നുള്ളത്, സെയിൽസ് റവന്യൂ, വേരിയബിൾ കോസ്റ്റും കോൺട്രിബ്യൂഷൻ മാർജിനും ഫിക്സഡ് കോസ്റ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് അവസാനം പ്രോഫിറ്റിലേക്ക് എത്തുമ്പോൾ എത്ര ഉണ്ടാവുക എന്നുള്ളത് ഒന്ന് ഫൈൻഡ് ചെയ്ത് പറയാം. പറ മുബഷിറ, പറഞ്ഞു. 1500 തൗസൻഡ് 500 1500 ആണോ വരിക? അതിനുശേഷം വരുന്ന ഈ സാലറി ഇതൊന്ന് കിടക്കും. അതായത് നമ്മള് 1000 ആണോ വരിക? 1000 അല്ല, നമ്മള് ഒരു മിനിറ്റ് ശ്രദ്ധിക്കണേ. നമ്മളിവിടെ ഈ രാജുവിനെ മാത്രം എടുത്ത് ഒഴിവാക്കുന്നുള്ളൂ. ഓക്കെ, ഇവിടുന്ന് ഈ ഒരു സെഗ്മെന്റ് പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എത്ര വരാം? 800 അല്ലേ? 1100 ആണോ? 1100. 1100. ഓക്കെ, കറക്റ്റ്. ഓക്കെ, അതെങ്ങനെ കിട്ടിയത് എന്നുള്ളത് മനസ്സിലായോ? ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ?
എങ്ങനെ? അല്ല ഈ ആദിലിന്റെ സാലറി 500 എന്തായാലും കൊടുക്കണം അല്ലേ? അതെ, ഓക്കെ ഓക്കെ. അതിന്റെ സാലറിയിൽ ഓൾറെഡി ഈ 100 എന്തായിരുന്നു, അതിൽ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഷാംപൂല് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. റിമൈനിങ് ആയിട്ടുള്ള ഒരു 400 കൂടി അതിലോട്ട് ആഡ് ആവുന്നുള്ളൂ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 1100 എന്ന് വരും. ഓക്കെ, ഇത് നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു രീതിയാണ്. നോർമൽ നമ്മൾ ഏതാൾക്കും പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് നമ്മളുടെ ആദ്യം ഉള്ളത് 1200 ആയിരുന്നു. അതായത് ഡ്രോപ്പ് ചെയ്യുന്നതിന്റെ മുമ്പ് 1200 ആയിരുന്നു. ഡ്രോപ്പ് ചെയ്തതിന് ശേഷം 1100 ആയി. ഓക്കെ, നിങ്ങളാണെന്നുണ്ടെങ്കിൽ ആ സെഗ്മെന്റ് ഡ്രോപ്പ് ചെയ്യോ ഇല്ലയോ? ഡ്രോപ്പ് ചെയ്യോ ഇല്ലയോ? പറ. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ആ സെഗ്മെന്റ് ഡ്രോപ്പ് ചെയ്യോ അല്ലേ? പറ, അൺമ്യൂട്ട് ചെയ്ത് പറ. ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് 1200 ഉണ്ടായിരുന്നു. ഡ്രോപ്പ് ചെയ്തതിന്റെ ശേഷം സാർ ഇതില് 1100 വന്നു. അവോയ്ഡബിൾ കോസ്റ്റ് എന്നുള്ളതുണ്ടോ? അതായത് ഇപ്പൊ ഇതിൽ ആദിൽ എന്നുള്ളത് അവോയ്ഡ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ നമുക്ക് അവോയ്ഡബിൾ കോസ്റ്റ്? സോപ്പിന്റെ ഇവിടെ ഏതാ സെഗ്മെന്റ് അവോയ്ഡബിൾ കോസ്റ്റ്? അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകൾ ഏതൊക്കെ ഈ ഒരു സെഗ്മെന്റ് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ? സോപ്പിന്റെ സെഗ്മെന്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, ഈ ഒരു സെഗ്മെന്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്യാന്ന് തീരുമാനിച്ചു. ലൈക്ക് ഈ ഒരു സെഗ്മെന്റ് ഡ്രോപ്പ് ചെയ്യാന്ന് തീരുമാനിച്ചു. ഓക്കെ, ഇതിൽ ഏതൊക്കെ അവോയ്ഡബിൾ കോസ്റ്റ് ആയിട്ട് വരാം? അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം കേട്ടോ. അതായത് ഓൾറെഡി ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം. അതായത് രാജു, രാമു, ആദിൽ ഇവരൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം അവോയ്ഡബിൾ കോസ്റ്റ് ഏതൊക്കെയെന്ന് പറ. അവോയ്ഡബിൾ കോസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് നമ്മളൊരു CMA രീതി എന്ന് പറയുന്നത്. നമുക്ക് ഇതേപോലെ തന്നെ 2 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് ഇൻകം സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്കതിൽ പോകുന്ന കോസ്റ്റ്, അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റും പിന്നെ എന്തോ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ അത് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതെന്താന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ചെയ്ത് നിങ്ങൾ പറ. ഏതൊക്കെ അവോയ്ഡബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞേ ഇങ്ങനെ ഒരു കേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ. അതായത് സോപ്പ് എന്ന് പറയുന്ന സെഗ്മെന്റ് ഡ്രോപ്പ് ചെയ്യാണ്. ഓക്കെ, സോപ്പ് എന്ന് പറഞ്ഞ സെഗ്മെന്റ് ഡ്രോപ്പ് ചെയ്യാണ്. ഇതിൽ ഏതൊക്കെ അവോയ്ഡബിൾ കോസ്റ്റ് പറ. അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകൾ ഏതൊക്കെ? രാജുവിൻ്റെത് ആ സെഗ്മെന്റ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല, കാരണം ഡയറക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അല്ല, സെഗ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഓക്കെ, സോപ്പ് എന്ന് പറയുന്ന സെഗ്മെന്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ഡ്രോപ്പ് ചെയ്യാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ നേരത്തെ ചിന്തിച്ച പോലെ തന്നെയാണ്. ഓക്കെ, ഡ്രോപ്പ് ആണ് ചെയ്യുന്നത്. സോപ്പ് എന്ന് പറയുന്ന സെഗ്മെന്റ് ആണ് ഡ്രോപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോപ്പ് എന്ന് പറയുന്ന സെഗ്മെന്റ് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് ഏതൊക്കെ? അവോയ്ഡബിൾ കോസ്റ്റ് ഏതൊക്കെ? അവോയ്ഡബിൾ കോസ്റ്റ് ഏതൊക്കെ? സർ, മെറ്റീരിയൽ സോപ്പിന്റെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും പിന്നെ രാജുവിന്റെ സാലറി ആണ്. എങ്ങനെ? സോപ്പിന്റെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും രാജുവിന്റെ സാലറി ആണോ? അതെ 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 അതെ, കറക്റ്റാ. ഓക്കെ, അതായത് നമുക്ക് ഗുഡ് 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 ഈ ഒരു വേരിയബിൾ കോസ്റ്റ്, ഓക്കെ, അതുപോലെ തന്നെ രാജുവിന്റെ സാലറി, ഇത് രണ്ടും എന്താണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാണ്? അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്, ആദിലിന്റെ സാലറി എന്ന് പറയുന്നത് നമുക്ക് എന്താ ജനറൽ ആയിട്ട് വരുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അവോയ്ഡ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇവിടെ രാജുവിന്റെ സാലറി എന്താ സ്പെസിഫിക് ആയിട്ട് വരുന്നത്. അതായത് സോപ്പ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിന് സ്പെസിഫിക് ആയിട്ട് വരുന്ന കോസ്റ്റ് ആണ്. ഓക്കെ, സോപ്പ് എന്ന് പറയുന്ന സെഗ്മെന്റിന് സ്പെസിഫിക് ആയിട്ട് വരുന്ന കോസ്റ്റ് ആണ് രാജുവിന്റെ സാലറി. ഓക്കെ, ഇനി നേരെ മറിച്ച് ആദിലിന്റെ സാലറി എന്താ ജനറലാ, 2 സെഗ്മെന്റിനും വരുന്നുണ്ട്. ഇനി ഒരു അഡീഷണൽ ആയിട്ട് ഒരു സെഗ്മെന്റും കൂടി വന്നാൽ അതും എന്ത് ചെയ്യും? അതും ഈ ആദിലിന്റെ അണ്ടറിലാണ് വരിക. ഓക്കെ, ടോട്ടലി മൊത്തത്തിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ആദിലിന്റെ ഡ്യൂട്ടി. ഓക്കെ, അതിൽ നിന്ന് ഒരു സെഗ്മെന്റ് ഒഴിവാക്കി ചിലപ്പോൾ ആ കമ്പനി അടുത്തൊരു സെഗ്മെന്റ് ആഡ് ചെയ്യും.
സക്സസ്ഫുൾ അല്ലാത്ത സെഗ്മെന്റുകൾ ഒഴിവാക്കിയിട്ട് സക്സസ്ഫുൾ ആവുന്ന സെഗ്മെന്റ് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഓക്കെ, അപ്പോ ഇതെന്താണ് ആദിലിന്റെ എന്താണ് ആദിലിന്റെ പറഞ്ഞോളൂ. ഡ്രോപ്പ് ചെയ്യുമ്പോ അപ്പോ നഷ്ടല്ലേ? ഡ്രോപ്പ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കില്ലേ നല്ലത്? കാരണം അതെ ഇവിടുത്തെ ഫിക്സഡ് കോസ്റ്റ് ഇതില് ക്യാരി ചെയ്ത് വരികയല്ലേ ചെയ്യുന്നത്. അതെ അതെ അതെ, കാരണം 1100 ആണ് കിട്ടുന്നത്. അതായത് ഡ്രോപ്പ് ചെയ്താൽ, ഡ്രോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ 1200 കിട്ടും. പ്രോഫിറ്റ് കൂടുതലല്ലേ അല്ലേ? അപ്പോ നമ്മൾ എന്ത് ചെയ്യാം, ഡ്രോപ്പ് ചെയ്യൂല എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കും. ഓക്കെ, ഡിസിഷൻ എന്താ, കണ്ടിന്യൂ സോപ്പ് സെഗ്മെന്റ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുക, സോപ്പ് എന്ന് പറഞ്ഞ സെഗ്മെന്റ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഫൈനൽ ഡിസിഷൻ. ഓക്കെ ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഈ ഫിക്സ്ഡ് കോസ്റ്റിന്റെ പ്രോപ്പറായിട്ട് ഫിക്സ്ഡ് കോസ്റ്റിനെ ഒന്നും കൂടി നോക്കുക. ഓക്കെ, ഈ ഫിക്സ്ഡ് കോസ്റ്റിൽ നമ്മളിപ്പോൾ പറഞ്ഞു ജനറൽ സ്പെസിഫിക് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അതൊന്നും കൂടി വ്യക്തമാക്കിയിട്ട് അടിയിൽ എഴുതി തരാം. ഓക്കെ, നിങ്ങൾക്ക് നോട്ടായിട്ട് എഴുതുകയും ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ CMA സ്റ്റൈലിൽ, അതായത് അവോയ്ഡബിൾ കോസ്റ്റ് ഏതൊക്കെയാണ്, പിന്നെ അത് എന്തിനായിട്ടാ കമ്പയർ ചെയ്യാം, അത് നിങ്ങൾ പറഞ്ഞില്ല. എന്ത് വെച്ചിട്ടാ കമ്പയർ ചെയ്യാം, അവോയ്ഡബിൾ കോസ്റ്റ് എന്തിനെ വെച്ചിട്ടാ കമ്പയർ ചെയ്യാം? ഫിക്സഡ് കോസ്റ്റ് ഫിക്സ്ഡ് കോസ്റ്റ് അല്ല. ബൈങ് കോസ്റ്റ് ആണ്. എങ്ങനെ? ബൈങ് കോസ്റ്റ് ആണ്. അല്ല 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 അല്ല, പ്രോഫിറ്റ് ആണ് സർ. ബൈയിങ് കോസ്റ്റ് എന്താ, ഇവിടെ എന്താ ബൈയിങ് കോസ്റ്റ് ഉള്ളത്? എന്താ നമ്മൾ ബൈ ചെയ്യുന്നത്? ബൈയിങ് കോസ്റ്റ് ഒന്നല്ല, പ്രോഫിറ്റ് അല്ല. വേരിയബിൾ കോസ്റ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സാധനം എന്താ? കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷൻ മാർജിൻ. അതിന്റെ മേൽക്ക് പോട്ടെ, സെയിൽസ് റവന്യൂ, Sales. ലോസ്റ്റ് ആയിട്ടുള്ള സെയിൽസ് റവന്യൂ. ഓക്കെ, അതൊക്കെ അടങ്ങിയിട്ടുള്ളത് ഏതാ? സെയിൽസ് റവന്യൂ. അതായത് നമ്മൾ ഇത് അടിയിക്ക് പോകുന്നതിനനുസരിച്ചിട്ട് എന്താണ്, അതായത് മൈനസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അതും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതാ വരുന്നത് എന്നുള്ളതാണ് സെയിൽസ് റവന്യൂ അല്ലേ. കോൺട്രിബ്യൂഷൻ മാർജിൻ എന്താണ്, വേരിയബിൾ കോസ്റ്റ് ഒഴിവാക്കിയിട്ടുള്ളതാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ സെയിൽസ് റവന്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ ഈ ഫിക്സ്ഡ് കോസ്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാം. ഓക്കെ, ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിട്ടുണ്ട്. ഓക്കെ, രണ്ട് രീതിയിൽ നമ്മൾ പറയും. ഓക്കെ, ഒന്ന് സ്പെസിഫിക് ആയിട്ടും പറയും, മറ്റേതെന്താണ് ജനറൽ ആയിട്ടും, ജനറൽ ഓർ കോമൺ. ഇവിടെ കോമൺ ആയിട്ട് ഏതാ വന്ന്, ആദിലിന്റെ സാലറി, അതാണ് കോമൺ. സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെ വന്ന്, രാജുവിന്റെ സാലറി, രാമുവിന്റെ സാലറി, ഇതൊക്കെ എന്താണ്, ഒരു സെഗ്മെന്റിന് സ്പെസിഫിക് ആയിട്ട് വരുന്ന കോസ്റ്റുകളാണ്. ഓക്കെ, ഇതെന്തായിരിക്കും, ഈ സ്പെസിഫിക് ആയിട്ടുള്ള എന്തായിരിക്കും, ഡയറക്റ്റ് ആയിട്ടായിരിക്കും വരിക. ഓക്കെ, ഡയറക്റ്റ് ആ ഒരു സെഗ്മെന്റിന് ഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റ് ആണ്. ഇത് ട്രേസ് ചെയ്യാൻ പറ്റും, ട്രേസബിൾ ആണ്. അതുപോലെ തന്നെ ഇത് അവോയ്ഡബിളുമാണ്. ഓക്കെ, അവോയ്ഡബിൾ. ഇതെന്താണ്, റെലവന്റ് ആയിട്ടുള്ള ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അതായത് ഈ ഡിസിഷൻ എന്താണ്, റെലവന്റ് ആയിട്ടുള്ള ഒരു ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. നമ്മൾ ഈ ഡ്രോപ്പ് സെഗ്മെന്റ് ഓർ നോട്ട് എന്ന് പറയുന്ന ഡിസിഷന് റെലവന്റ് ആയിട്ടുള്ള കോസ്റ്റ്. ഓക്കെ, ഇനി ജനറൽ ആയിട്ടും കോമൺ ആയിട്ട് വരുന്ന കോസ്റ്റിന്റെ കാര്യം ഇൻഡയറക്റ്റ് ആണ്. മറ്റേത് ഡയറക്റ്റ് ആണ്, ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റാണ്. അതിന്റെ ഡയറക്റ്റ് ആണോ, അതിന് ഈ ഒരു സെഗ്മെന്റ് ഇതിൽ വേറൊരു സെഗ്മെന്റ് ആഡ് ചെയ്താൽ അതും കൂടി എന്ത് ചെയ്യുന്നു, അതും കൂടി നോക്കേണ്ടി വരും. എന്താ, ഡയറക്റ്റ് ആയിട്ട് ഈ സെഗ്മെന്റിനായിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ ഉണ്ടോ, ഇല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ്. ഓക്കെ, ഇതെന്താണ്, അലോക്കേറ്റ് ചെയ്തു വരുന്നതാ. ഓക്കെ, അതായത് എത്ര സെഗ്മെന്റ് ഉണ്ടോ അതിൽ എന്തായിട്ട് വരും, അലോക്കേറ്റ് ചെയ്ത് വരും. ഓക്കെ, അത് അലോക്കേറ്റ് ചെയ്യാൻ ഓരോ കമ്പനിക്കും ഓരോ കാരണങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഓരോ കാരണങ്ങൾ വെച്ചിട്ടായിരിക്കും അത് അലോക്കേറ്റ് ചെയ്യുന്നത്. പ്രോ അലൊക്കേറ്റഡ്, ഓക്കെ, അലൊക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അൺഅവോയ്ഡബിൾ ആണത്. ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ, ആ ഒരു എംപ്ലോയി നമ്മൾ ഒഴിവാക്കുന്നത് വരെ ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റൂല. ഇതെന്താണ്, നമ്മുടെ ഡിസിഷൻ എന്താണ്, ഇറലവന്റ് ആണ്. ഇറലവന്റ് ആയിട്ടുള്ള ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ജനറൽ ആയിട്ടുള്ള കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ് എന്താണ്, ഇറലവന്റ് ആയിട്ടുള്ള ഫിക്സ്ഡ് കോസ്റ്റ് ആണ് ഇൻ ഡ്രോപ്പ് എ സെഗ്മെന്റ് ഓർ നോട്ട് ഡിസിഷൻസ്. ഓക്കെ, ഇതൊക്കെ ഡ്രോപ്പ് എ സെഗ്മെന്റ് ഓർ നോട്ടിനെ കുറിച്ച് മാത്രം പറയുന്നതാണ്. സ്പെസിഫിക് ആയിട്ടുള്ള ഫിക്സ്ഡ് കോസ്റ്റ് എന്താണ്, റെലവന്റ് ആണ്. കാരണം അതൊരു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആ ഒരു കോസ്റ്റ്
നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നതിലൂടെ ഈ ഒരു സെഗ്മെന്റ് ഡ്രോപ്പ് ചെയ്യാന്ന് പറയുന്നതിലൂടെ ആ ഒരു എംപ്ലോയിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കോസ്റ്റ്, ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഇതൊന്ന് എഴുതി വെക്കുക. ഇതിന്റെ കൂടെ തന്നെ ഈ ഒരു സംഭവം എഴുതി വെക്കുക കേട്ടോ. ഇത് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. എല്ലാവരും എഴുതിയിട്ടുണ്ടോ? ശിവാനി എഴുതിയിട്ടുണ്ടോ? രാജു രാജു രാമു എക്സാമ്പിൾ എഴുതിയില്ല. ഈ ഒരു എക്സാമ്പിൾ എഴുതി വെച്ചിട്ട് അതിന്റെ കൂടെ തന്നെ ആ ഫിക്സ്ഡ് കോസ്റ്റിന്റെ ഡീറ്റെയിൽസ് എഴുതി വെച്ചാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാവും കേട്ടോ. അത് ഒരുമിച്ച് ചെയ്തണേ. ഓക്കെ ആണോ? ഒരു മിനിറ്റ് സർ. സർ. ഓക്കെ, ഇനി നമ്മളുടെ CMA മെത്തേഡിൽ, ഓക്കെ, ഇതിന് റെലവൻറ്റ് മെത്തേഡ് എന്നും പറയും. ഓക്കെ, റെലവൻറ്റ് മെത്തേഡ് എന്നും പറയും. ഓക്കെ, റെലവൻറ്റ് മെത്തേഡ് എന്ന് പറയും. ഓക്കെ, മെത്തേഡ് 1 എന്നായിരിക്കും. വേറൊരു മെത്തേഡും കൂടി പറയാനുണ്ട്. ഓക്കെ, രണ്ട് രീതി ചെയ്യാം. ഓക്കെ, സർ റെലവൻറ്റ് ഫിക്സഡ് കോസ്റ്റിന്റെ ഭാഗം കാണിച്ചു. കഴിഞ്ഞു. ഓക്കെ, റെലവൻറ്റ് മെത്തേഡ് അതിലെന്താണ്? ഇഫ് വി ഡ്രോപ്പ് സോപ്പ് ഡ്രോപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട്. അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട്, ഒരു ബെനിഫിറ്റും ഉണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യമുണ്ട്, അതായത് കോസ്റ്റും ഉണ്ട്. ഓക്കെ, ഓക്കെ, ബെനിഫിറ്റ് എന്താ? അവോയ്ഡബിൾ കോസ്റ്റ്. രണ്ട് കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റും ഉണ്ട്, ഫിക്സ്ഡ് കോസ്റ്റും ഉണ്ട്. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് എത്ര വരുന്നത്? 400 അല്ലേ നോക്കിയേ. അതുപോലെ തന്നെ നമുക്ക് രാജുവിൻ്റെ സാലറി എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് ആണ്, ടോട്ടൽ 900. ഓക്കെ, ഇനി ഇപ്പുറത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യം എന്താണ്? ലോസ്റ്റ് സെയിൽസ് റവന്യൂ അല്ലെങ്കിൽ LSR എന്നും പറയാം കേട്ടോ. ലോസ്റ്റ് സെയിൽസ് റവന്യൂ. ഓക്കെ, LSR എന്നും പറയാം. ഓക്കെ, അതെത്ര വരുന്നത്? നമുക്ക് ഇതുകൊണ്ട് നഷ്ടമാകുന്ന എത്ര? 1000 ആണ്. 1000 സെയിൽസ് റവന്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നഷ്ടമാകുന്നത്. ഓക്കെ, 1000. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 900 മൈനസ് 1000 നമുക്ക് എന്ത് കിട്ടും? -100 ഇൻക്രിമെന്റൽ ലോസ്. ഇഫ് വി ഡ്രോപ്പ്. Okay, incremental loss if we drop. Therefore continue the segment. Okay, okay അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതാം.
അവോയ്ഡബിൾ കോസ്റ്റ് മൈനസ് ലോസ് സെയിൽസ് റവന്യൂ ഗിവ്സ് ഇൻക്രിമെൻ്റൽ പ്രോഫിറ്റ്. ഒരു മിനിറ്റ്. incremental profit or loss. Okay, incremental profit or loss. Avoidable cost greater than low sales revenue. എന്താണ്? ഡ്രോപ്പ് സെഗ്മെന്റ്. അവോയ്ഡബിൾ കോസ്റ്റ് ലെസ് ദാൻ low sales revenue കണ്ടിന്യൂ സെഗ്മെന്റ്. പ്രോപ്പറായിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുക. ഓക്കെ, ഓക്കെ, സെറ്റല്ലേ? ഓക്കെ, ഓക്കെ. ഇനി ഇപ്പൊ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പൊ നമ്മൾ പറ. ആ നെഗറ്റീവ് കോസ്റ്റിൽ അവിടെ ഒന്ന് കാണിക്കും, മുകളിൽ കുറച്ചും കൂടെ മുകളിൽ. യെസ്, അവിടെ. കഴിഞ്ഞു. ഓക്കെ, ഇത് എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? യെസ് സർ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഓക്കെ. ഇനി എഡിറ്റ് 1 ആണ്. ഓക്കെ, സെയിം ക്വസ്റ്റ്യനിൽ തന്നെ ഒരു പർട്ടിക്കുലർ എഡിറ്റ് ചെയ്യാണ്. ഒരു മിനിറ്റ്. ഓക്കെ, എഡിറ്റ് 1. ഓക്കെ, സെയിൽസ് റവന്യൂ ഒക്കെ സിമിലർ ആണ്. ഒരു മിനിറ്റ്, ഇവിടുന്ന് എടുക്കുക. ഓക്കെ, ഇവിടെ ഫിക്സഡ് കോസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ഉള്ളത്. ഓക്കെ, ഫിക്സഡ് കോസ്റ്റിൽ ഫിക്സഡ് കോസ്റ്റ് ഒന്നും കൂടി
ഡീറ്റെയിൽ ആയിട്ട് തരാം. ഓക്കെ, നേരത്തെ നിങ്ങൾക്ക് സ്പെസിഫിക് അതുപോലെ തന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആ ഒരു എക്സാമ്പിൾ പ്രോപ്പറായിട്ട് പറയാനും വേണ്ടിയിട്ട്, അതായത് എന്താണ് സ്പെസിഫിക് എന്താണ് ജനറൽ എന്ന് പറയാനും വേണ്ടിയിട്ട് നേരത്തെ അത് തന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് സ്പെസിഫിക്കും ജനറലും ആയിട്ട് സെപ്പറേറ്റ് തരാം. ഓക്കെ ഓക്കെ 800, 100, 200, 100. ഓക്കെ 1000, 400, 3000, 1200, 1800, 200, 100. പ്രോഫിറ്റ് -300, 1500. ഓക്കെ, ഒരു മിനിറ്റ്. സിമിലർ ആയിട്ടാണോ വന്നത് നേരത്തെ? ഓക്കെ ഓക്കെ പക്ഷേ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഡിഫറൻസ് ഉണ്ട്, ചെറിയൊരു എഡിറ്റ് ഉണ്ട്. ഓക്കെ, ചെറിയൊരു എഡിറ്റ് ഉണ്ട്. പ്രോഫിറ്റ് ഒക്കെ സിമിലർ ആവും. സ്പെസിഫിക്കും ജനറലും ചേഞ്ച് ആയിട്ടില്ലേ? സ്പെസിഫിക്കും ജനറലും ചേഞ്ച് ആയിട്ടില്ലേ? ഓക്കെ, അതാണ് ഉണ്ട് എഡിറ്റ്. സർ. ഞാൻ തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞപ്പോഴേ, ചേഞ്ച് ഒന്നും ഇല്ല പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? അപ്പോൾ ഓക്കെ, ഇതൊന്ന് നോക്ക്, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത്. എഡിറ്റ് വന്നിട്ട് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാമെന്നുള്ളത് ഒന്ന് നോക്കി ചെയ്ത് നോക്ക്. ഓക്കെ, പ്രോപ്പറായിട്ടൊന്ന് ചെയ്ത് നോക്ക്. ചെയ്ത് കഴിഞ്ഞിട്ട് എത്രയാണെന്നുള്ളത് ചാറ്റ് ബോക്സിൽ ഇടുക കേട്ടോ, പ്രൈവറ്റ് മെസ്സേജ് ആയിട്ട് ഇടുക. ഓക്കെ, സാറ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിലുള്ള അതാണോ പറയേണ്ടത് നമ്മള്? എങ്ങനെ കേട്ടില്ല? അതായത് സ്കോപ്പ് എന്നുള്ള സെഗ്മെന്റ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റ് ആണോ അതെ അതെ പറയേണ്ടത്? അതെ അതെ അതെ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. അതിൽ നമ്മൾ സ്പെസിഫിക്കും ജനറലും ഒന്ന് ഡിഫറെന്റ് ചെയ്തെന്നുള്ളൂ. ഓക്കെ, ഞാൻ ചോദിച്ചിട്ടുള്ളത് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആണോ എന്നുള്ളതാണ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ ഒരു ഡിസിഷന് എടുക്കണോ വേണ്ടയോ, ലൈക്ക് ഇതിന്റെ മൊത്തത്തിൽ ഈ ഒരു സെഗ്മെന്റ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ഇഫ് ഈ കണ്ടിന്യൂ ഓർ ഇഫ് ഈ ഡ്രോപ്പ്.
എത്രയാണ് വരുന്നത് മുബഷിറ? അതും കൂടി ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടും. ഇൻക്രിമെന്റൽ എത്രയാണെന്നുള്ളത്. എത്ര ശിവാനി എങ്ങനെയാണ്? ക്ലോസ് ആണോ കണ്ടിന്യൂ ആണോ? അതും കൂടി ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടും. ഓക്കെ. മുബഷിറ തെറ്റാണ്. ആ എമൗണ്ട് കറക്റ്റ് ആണ്, ഡിസിഷൻ തെറ്റാണ്. ശിവാനി ലോസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഡ്രോപ്പ് ചെയ്യും? സാർ അതാണ് ഞാൻ കൺഫ്യൂസ് ആയിരിക്കുന്നത്. തെറ്റാണ്. എഗെയിൻ ആരാധന സിമിലർ ക്വസ്റ്റ്യന്. ലോസ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ ഡ്രോപ്പ് ചെയ്യും? ലോസ് ആണെന്നുണ്ടെങ്കിൽ ആ സെഗ്മെന്റ് കണ്ടിന്യൂ ചെയ്യല്ലേ ചെയ്യുക, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയണം. ഓക്കെ. Okay. മുബഷിറപ്പ് എഴുതിയിട്ടുള്ളത് കറക്റ്റ് ആണ്. ഓക്കെ. ഓക്കെ, മുബഷിറ കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ എന്താ ഡിസിഷൻ? എന്താ? ഡ്രോപ്പ് ആണോ കണ്ടിന്യൂ ആണോ? ഡ്രോപ്പ് എ സെഗ്മെന്റ് ഓർ നോ? ഡ്രോപ്പ്. ഓക്കെ. അവോയ്ഡബിൾ കോസ്റ്റ് ഹയർ ആവുമ്പോൾ സെഗ്മെന്റ് ഡ്രോപ്പ് ചെയ്യും. അവോയ്ഡബിൾ കോസ്റ്റ് ഹയർ ആവുമ്പോൾ സെഗ്മെന്റ് ഓക്കെ. LSR-നേക്കാളും ഹയർ ആവുമ്പോൾ സെഗ്മെന്റ് ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഗുഡ്. എന്താ ബാക്കി രണ്ടുപേർക്കും സിമിലർ ആയിട്ടുള്ള ആൻസറാണ് കിട്ടിയത്. ശിവാനി ആൻഡ് ആരാധന സിമിലർ ആയിട്ടുള്ള ആൻസർ. പക്ഷെ അതിൽ നോക്കണം, ലോസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്യുന്ന അവർ പറയുന്നത്. ലോസ് ആയിട്ടാണ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഡ്രോപ്പ് ചെയ്യുന്ന പറയുന്നത്. ഓക്കെ, രണ്ടുപേരും സിമിലർ ആയിട്ടുള്ള മിസ്റ്റേക്ക് ചെറിയ മിസ്റ്റേക്ക്. ഓക്കെ 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 ചെയ്തോളൂ, ടൈം എടുത്ത് ചെയ്തോളൂ. എത്ര എമൗണ്ട് വരുന്നത്? ശിവാനി എമൗണ്ട് എത്ര എന്നുള്ളത് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാം. അതായത് വേരിയബിൾ കോസ്റ്റ് എത്ര, ഫിക്സ്ഡ് കോസ്റ്റ് എത്ര? ആരാധന പറ. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് കറക്റ്റ് ആണ് ശിവാനി. റിമൈനിങ് ഓക്കെ, ഗുഡ്. ഓക്കെ,
ഓക്കെ ഓക്കെ ഓക്കെ, ശിവാനി കറക്റ്റ് ആണ്. ഓക്കെ, ഗുഡ്. ആരാധന എന്തായി, എവിടെ എത്തി? സർ 1300 ആണ് പ്രോഫിറ്റ്. 1300 300. ഓൾഡ് മെത്തേഡിലാണോ ചെയ്യുന്നത്? റെലവൻറ്റ് മെത്തേഡിൽ ചെയ്യും. അതല്ലേ നമുക്ക് ആവശ്യമായിട്ടുള്ള മെത്തേഡ്. റെലവൻറ്റ് മെത്തേഡിൽ ചെയ്യും. അവോയ്ഡബിൾ കോസ്റ്റ് എത്രയെന്ന് പറ. ആരാധന എക്സിറ്റ് ആയോ? റേഞ്ച് ഇഷ്യൂ ഉണ്ടോ ആരാധനക്ക്? ആരാധനക്ക് എന്താ പറ്റി? ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ. അന്ന് ചോദിച്ചു നോക്കിയേ, ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ചോദിച്ചു നോക്കുന്നുണ്ടോ ശിവാനി? ഒന്ന് ചോദിച്ചു നോക്കി. ഓർ മുബഷിർ ഒന്ന് ചോദിച്ചു നോക്കി. മെസ്സേജ് ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിൽ അവോയ്ഡബിൾ ആയിട്ടുള്ള കോസ്റ്റുകൾ ഏതൊക്കെ, അതുപോലെ തന്നെ ലോസ് സർ സെയിൽസ്. റേഞ്ച് പോയതാ. ഓക്കെ 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 ഓക്കെ, ജോയിൻ ആയിട്ടുണ്ടല്ലോ അല്ലേ? ഗുഡ്. ഇത് കിട്ടിയിട്ടുണ്ടോ ആരാധന? കിട്ടിയിട്ടുണ്ടോ? സർ ലോസ് തന്നെയല്ലേ വരുന്നത്, -200. ലോസ് ആണോ വരിക? അതെങ്ങനെ ലോസ് വരിക? അവോയ്ഡബിൾ കോസ്റ്റ് എത്രയാണ് വരുന്നത്? ആ രീതിയിലാണോ ചെയ്തിട്ടുണ്ടായിരുന്നത്? അങ്ങനെ തന്നെയാണ് ചെയ്തത്, എന്താണെന്നറിയില്ല. അവോയ്ഡബിൾ കോസ്റ്റിൽ ഏതൊക്കെ വരുന്നുണ്ട് ഒന്ന് പറഞ്ഞു. അവോയ്ഡബിൾ വേരിയബിൾ കോസ്റ്റ് എത്ര? അവോയ്ഡബിൾ കോസ്റ്റിൽ വേരിയബിൾ കോസ്റ്റ് എത്ര പറഞ്ഞു? വേരിയബിൾ കോസ്റ്റ് ആയിട്ടുള്ള 400. ഓക്കെ, സോപ്പാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫിക്സ്ഡ് കോസ്റ്റ് എത്ര? ഫിക്സ്ഡ് കോസ്റ്റ് ഏതാ എടുക്കുക, ജനറൽ ആണോ സ്പെസിഫിക് ആണോ? പറ ആരാധന പറ. 800 സ്പെസിഫിക്. 800 സ്പെസിഫിക്. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ടോട്ടൽ എത്ര? വേറെ എന്തെങ്കിലും അവോയ്ഡബിൾ ആയിട്ടുള്ള കോസ്റ്റ് ഉണ്ടോ? ഇല്ലല്ലോ. നോ സർ. ആ, ഇതിന്റെ ടോട്ടൽ എത്ര? 1200. 1200 മൈനസ് ഇതിന്റെ സെയിൽസ് റവന്യൂ 1000. ഇത് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഫിഗർ ആണോ നെഗറ്റീവ് ഫിഗർ ആണോ? പോസിറ്റീവ് ഫിഗർ ആണോ Positive. നെഗറ്റീവ് ഫിഗർ? പോസിറ്റീവ് Positive. ഫിഗർ. 200 ഇൻക്രിമെന്റൽ പ്രോഫിറ്റ്. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇവിടെ ലോസ് കിട്ടി? ഫോർമുല അറിയാൻ എഴുതി. 1000 സെയിൽസ് റവന്യൂന്ന് ഇത്രയും എക്സ്പെൻസ് ലെസ് ചെയ്യുമ്പോ അങ്ങനെ നോക്കി, അതാണ് ആദ്യം. എങ്ങനെ മനസ്സിലായില്ല? 1000 സെയിൽസ് റവന്യൂ അല്ലേ സാർ? ഓക്കെ അതിൽ ഓക്കെ നിന്ന് എക്സ്പെൻസസ് 1200 ലെസ് ചെയ്തപ്പോ 200 ലോസ് ആണ്, അങ്ങനെ. ഓക്കെ 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 ഓക്കെ, നമ്മൾ അവോയ്ഡബിൾ കോസ്റ്റ് നിന്നാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ മേക്ക് ഓർ ബൈയിലാണെന്നുണ്ടെങ്കിലും അവോയ്ഡബിൾ കോസ്റ്റ് നിന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ
ബൈയിങ് കോസ്റ്റ് ലെസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷൻ തന്നെ നമ്മളൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇതിപ്പോൾ 200 ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആണ്. അപ്പം എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ഡ്രോപ്പ് ദാറ്റ് സെഗ്മെന്റ്. ഓക്കെ, ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, ഡ്രോപ്പ് ചെയ്യുന്നതാണ് ലാഭം. ഡ്രോപ്പ് ചെയ്താൽ $200 എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, ഓഫ് കോഴ്സ് ആ കമ്പനി എന്ത് ചെയ്യും, ഡ്രോപ്പ് ചെയ്യും ആ സെഗ്മെന്റ്. ഓക്കെ, എന്നിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അടുത്ത വേറെ ഏതെങ്കിലും ഒരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എല്ലാ കമ്പനികളും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷൻ എന്താ, കറണ്ട്ലി ഇക്വേഷൻ എന്താ, അവോയ്ഡബിൾ കോസ്റ്റ് മൈനസ് ലോസ് സെയിൽസ് റവന്യൂ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് അല്ലേ? ഇതാണ് നമ്മളുടെ മെത്തേഡ് 1. ഓക്കെ, റെലവൻറ്റ് മെത്തേഡ് നമ്മൾ പറഞ്ഞു, മെത്തേഡ് 1. ഓക്കെ, ഇനി ഇതിൽ തന്നെ എന്താ വരുന്നത്, ഈ ഒരു ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് ഇതിൽ അവോയ്ഡബിൾ ആയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റും വരുന്നുണ്ട്, പ്ലസ് വേരിയബിൾ കോസ്റ്റും വരുന്നുണ്ട്. സ്പെസിഫിക്. ഓക്കെ, വേരിയബിൾ കോസ്റ്റും വരുന്നുണ്ട്. സ്പെസിഫിക് ഇവിടെ വരുന്നില്ല, അവോയ്ഡബിൾ ആയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റാണ് വരുന്നത്. അവോയ്ഡബിൾ ആയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റ് എന്താണ്, സ്പെസിഫിക് ആയിട്ടുള്ളത്. ഓക്കെ, സ്പെസിഫിക് ആയിട്ടുള്ളത്. ഓക്കെ, ജനറൽ വരുന്നില്ല. ഓക്കെ, ജനറൽ വരുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇത് ലോസ് സെയിൽസ് റവന്യൂ, ഈ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇതെന്താ, രണ്ടും സോപ്പിന്റെ തന്നെ അല്ലേ, സോപ്പിന്റെ സെയിൽസ് റവന്യൂ, സോപ്പിന്റെ വേരിയബിൾ കോസ്റ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കൊടുത്താൽ മതി, ഇതിന് പകരമായിട്ട് ഇവിടെ എന്ത് കൊടുത്താൽ മതി, ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ കൊടുത്താൽ പോരെ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതെന്തിനാ ലെസ് ചെയ്യേണ്ടത്, അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്നാണ്. ഓക്കെ, ഓക്കെ ആണോ? ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് പറയാണ്. ഓക്കെ, ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ. മുബശ്ശറത്തിന് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോൺട്രിബ്യൂഷൻ മാർജിൻ അല്ലേ എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് എന്ത് ചെയ്യണം, നമ്മൾ വേരിയബിൾ കോസ്റ്റും ഒഴിവാക്കണം. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് ഇൻക്ലൂഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഇൻക്ലൂഡഡ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏതാണ് വരിക, സെയിൽസ് റവന്യൂ ആണ് വരിക. ഓക്കെ, സെയിൽസ് റവന്യൂലാണ് വേരിയബിൾ കോസ്റ്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇനി അതിൽ നിന്ന് ഇങ്ങനെ അടിയിലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഓരോ ഐറ്റംസ് അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, ലെസ് ചെയ്താൽ പോകുന്നത്, കുറഞ്ഞാൽ പോകുന്നത്. ഓക്കെ, ഏടായി അല്ല പോകുന്നത്, കുറഞ്ഞാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ. ഇനി ഈ ഒരു ഫസ്റ്റത്തെ എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് നോക്കിയേ, എക്സാമ്പിൾ 1 വെച്ചിട്ടൊന്ന് നോക്കിയേ, എക്സാമ്പിൾ 1 വെച്ചിട്ട് ഇത് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. എക്സാമ്പിൾ 1 എന്തായിരുന്നു, അവോയ്ഡബിൾ ആയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റ് എത്ര, 500 അല്ലേ, അതായത് രാജുവിന്റെ സാലറി. ഓക്കെ, ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ LCM എന്ന് കൊടുക്കും, ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ. ലോസ്റ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ മാർജിൻ എത്രയാണ് അതിൽ വരുന്നത്, 600 അല്ലേ, 600. ഓക്കെ, 600 ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ആണ് കിട്ടും. ഇവിടെ എന്തായി, -100 ഇൻക്രിമെന്റൽ ലോസ് ഇഫ് വി ഡ്രോപ്പ് ചെയ്താൽ ഇൻക്രിമെന്റൽ ലോസ് ആണ്. ഓക്കെ, ഇനി ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ടുള്ള വെർഷൻ എഡിറ്റ് 1. ഓക്കെ, എഡിറ്റ് 1 അതിൽ അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് എത്ര വരുന്നത്, അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് 800 അല്ല, 800. ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ സിമിലർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 600 തന്നെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 800 മൈനസ് 600 പോസിറ്റീവ് എത്ര വരുന്നത്, 200 ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഇഫ് വി ഡ്രോപ്പ്. അപ്പോൾ ഡിസിഷൻ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, കുറച്ചും കൂടി സിമ്പിൾ ആയി പോയില്ലേ. ഓക്കെ, നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് സിമ്പിൾ ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ. ഓക്കെ, ഇതിൻ്റെ നേരത്തെ ഇതേപോലെ തന്നെ അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ
ഈസ് ഈക്വൽ ടു ഇൻക്രിമെൻ്റൽ പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ള ഇക്വേഷൻ എഴുതാം. അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ഗ്രേറ്റർ ദാൻ ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡ്രോപ്പ് ചെയ്യും. ഡ്രോപ്പ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലോസ് സെഗ്മെൻറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ലെസ് ദാൻ ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ ആണ് എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ സെഗ്മെൻറ്റ് എഴുതി വെക്കട്ടോ. രണ്ട് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ട് വരുന്നത് അത് ചെയ്യാം. ഓക്കെ, ആ രീതി ചൂസ് ചെയ്തിട്ട് അതിൽ ചെയ്യാം. ഓക്കെ അല്ലേ? പ്രോപ്പറായിട്ട് നോട്ട് ചെയ്തെടുക്കുക. എഴുതി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം കഴിഞ്ഞു എന്നുള്ളത്. ഓക്കെ, കഴിഞ്ഞു sir. എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ടോ? വേൾഡ് കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? നിങ്ങളൊക്കെ വേൾഡ് കപ്പ് കാണാറുണ്ടോ? അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ പറയാ അർജന്റീനയുടെ ഫാനാന്നൊക്കെ പറയുന്നുള്ളൂ, അല്ലാണ്ട് അങ്ങനെയില്ല. ഫുട്ബോൾ അത്ര ഇൻട്രസ്റ്റ് ഇല്ല സർ. ഓക്കെ 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 ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ Sir, ഞാൻ അച്ഛൻ്റെ എക്സ്പെൻസീവ് ആണ് പെണ്ണ് നമുക്ക് കാണാറുണ്ട്. ചെയ്യാൻ. എങ്ങനെ? ഇവിടെ നമുക്ക് എന്താ പറയാ, ഇല്ലീഗലി കാണാൻ പാടില്ല, കാരണം നമുക്ക് ഫൈന് വലിയ എമൗണ്ട് വരും. ഓക്കെ ഓക്കെ നമുക്ക് ഓക്കെ. ഇപ്പൊ നാട്ടില് Z5 മാത്രം സ്ട്രീമിംഗ് ഉള്ള പോലെ അതെ, ഇവിടെ ഒരു ടീമിന് മാത്രമേ ഉള്ളൂ. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പൊ ലീഗലായിട്ട് ഏതെങ്കിലും ലിങ്ക് കിട്ടുമ്പോൾ VPN ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വല്ലപ്പോഴും മെയിൻ ആയിട്ടുള്ള ബ്രസീൽ അങ്ങനെയൊക്കെയുള്ള മാച്ച് കാണും. പിന്നെ ഒക്കെ ഓക്കെ. ടൈമിങ് ഭയങ്കര ഇതായിട്ട് കിടക്കുമല്ലേ. അതെ 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 അവിടെ അതെ. ആയതുകൊണ്ട് US ടൈമിംഗ് ആയതുകൊണ്ട് മിഡ് നൈറ്റ് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷെ വീക്കെൻഡ് ഒക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടെണ്ണം അങ്ങനെ കണ്ടു. ഓക്കെ ഓക്കെ ഓക്കെ. താല്പര്യം ഉണ്ടോ അപ്പോൾ ഫുട്ബോൾ കാണാൻ? എനിക്ക് സീറോ നോളജ് ആയിരുന്നു. ഹസ്ബൻഡ് വലിയ ഓക്കെ ഫാനാണ്, ഓക്കെ ബ്രസീൽ ഫാനാണ്. ഓക്കെ 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 കാണും ഇങ്ങനെ, ഇപ്പൊ പഠിപ്പിച്ചു തന്നു. ഓക്കെ 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 ഓക്കെ. വേറെ ആരാധന? നാട്ടിലൊക്കെ ഭയങ്കര ഫാൻ ഫൈറ്റും ഓ, ഫ്ലെക്സ് ഫൈറ്റ് ഒക്കെ ഉള്ള സ്ഥലമായിരിക്കും അല്ലെ. നമ്മള് കറക്റ്റ് ഞാൻ ഡിഗ്രി പഠിക്കുന്ന ലാസ്റ്റ് ഇയറിലൊക്കെ സമയത്താണ് ലാസ്റ്റ് വേൾഡ് കപ്പ് കഴിഞ്ഞത്. ഓക്കെ, കോളേജ് ലൈഫിൽ ആ ഒരു വേൾഡ് കപ്പ് കിട്ടുക എന്ന് പറയുന്നത് ബെസ്റ്റ് മൊമെന്റ്സ് ആണ്. ഓക്കെ, അതൊക്കെ ഇപ്പോഴും ആ ഗ്രൂപ്പുകളിലൊക്കെ കോളേജ് ഗ്രൂപ്പുകളിലൊക്കെ പഴയ ഫോട്ടോസും വീഡിയോസും ഒക്കെ വരുമ്പോൾ ആ ഒരു മെമ്മറീസ് ആണ്. പിന്നെ ഏറ്റവും വേറെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെയ്യുന്ന ടീം സമയത്ത് എടുക്കുന്ന സമയം അത് വേൾഡ് കപ്പ് എടുക്കുക എന്ന് പറയുമ്പോൾ അപ്പോഴായിരുന്നു ഞാനും പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിരുന്ന ടൈമാണ്. അപ്പൊ ഞങ്ങക്ക് സ്ട്രീമിംഗ് ചെയ്യുന്ന ചാനൽ ഒരു ഫ്യൂ മിനിറ്റ്സിൽ ഡിലേ ആണ്. അപ്പൊ ലാസ്റ്റ് ഓക്കെ ഓക്കെ. അർജന്റീനയുടെ ആ ഗോള് അത് വിന്നായി എന്നുള്ളത് എനിക്ക് ഫ്രണ്ട്സ് ഇങ്ങനെ അപ്പൊ ടെക്സ്റ്റ് ചെയ്യാണ്. ഗോൾ അടിച്ചു, വിന്നായി എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വാസം വരുന്നില്ലായിരുന്നു. നല്ല മൊമെന്റ്, സാറ് പറഞ്ഞ പോലെ കോളേജ് അതെ, മൊമെന്റ് നല്ലൊരു കോളേജിലൊക്കെ എക്സ്പീരിയൻസ് ആണ്. കോളേജിലൊക്കെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് അടിപൊളിയാണ്. ആ ഒരു ഭാഗ്യമാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് ആ കളി ഫുള്ളായിട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇപ്രാവശ്യം ഭാഗ്യം ഇല്ല എന്നുള്ള ഒരു തോന്നൽ വരും അവസാനമൊക്കെ അത്രയും ഗോൾസ് ഒക്കെ തിരിച്ചു വരുമ്പോൾ. പക്ഷെ അത് നല്ലൊരു മൊമെന്റ് ആയിരുന്നു അതൊക്കെ. ആരാധന എന്താ അവസ്ഥ? കാണാറുണ്ടോ? യെസ് സർ, ഞാൻ അച്ഛനെ കൂടി ഇരുന്ന് കാണാറുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ എനിക്കിഷ്ടം പോർച്ചുഗീസ്. ഞാൻ റൊണാൾഡോന്റെ കളി ഫുൾ ഇരുന്ന് കാണും. പോർച്ചുഗൽ ഫാനാണ് അല്ലേ? അതെ. പ്രാവശ്യമെങ്കിലും സാർ കിട്ടട്ടെ ഏതാ ടീം? നല്ലൊരു കപ്പ്. നമുക്ക് സാർ കപ്പുള്ള ഏതാ ടീം, ടീം? കഴിഞ്ഞ വർഷം കപ്പടിച്ച ടീം. മീൻ ടു അർജന്റീന. നമുക്ക് 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 ലാസ്റ്റ് കപ്പ് കിട്ടിയോണ്ട് നമുക്കിപ്പോ അത്ര ഇതൊന്നുമില്ല. കാണണമെങ്കിൽ കാണാം. അതെ, ഇനി ആരേച്ചെടുക്കട്ടെ, അതെ ആരേച്ചെടുക്കട്ടെ. അതെ അതെ. നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ. എന്തായാലും അതൊരു എക്സ്പീരിയൻസ് ആണ് ഈ വേൾഡ് കപ്പ്. അതുപോലെ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു കോളേജ് ലൈഫിൽ അതൊരു കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രിഷ്യസ് മൊമെന്റ്സ് ആണ് അതൊക്കെ. അതൊന്നും അതിന്റെ അപ്പുറത്തേക്കൊന്നും വെക്കാനില്ല. കാരണം ഇപ്പൊ നമ്മളെ ഗ്രൂപ്പിലൊക്കെ, നമ്മളെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഗ്രൂപ്പിലൊക്കെ
പഴയ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അന്ന് ചെയ്ത പല കാര്യങ്ങളും ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ക്രിഞ്ചായിട്ടൊക്കെ തോന്നും. കോളേജ് ലൈഫിലുള്ള ഓരോ കാര്യങ്ങൾ. എന്തായാലും അതൊരു ബെസ്റ്റ് മെമ്മറീസ് ആയിരുന്നു. നൈസ് ആയിരുന്നു. അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ടായിരിക്കും കേട്ടോ ശിവാനി. ഫുട്ബോൾ കാണണമെന്നില്ല, ജസ്റ്റ് ആരാണ് വേൾഡ് കപ്പ് അടിച്ചത് അങ്ങനത്തെ നോളജ് ഒക്കെ ജസ്റ്റ് ഉണ്ടായിരിക്കുക. ഓക്കെ, ജസ്റ്റ് ഫുട്ബോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളതൊന്നും അതറിയാറുണ്ട് സാർ. അത് ഓക്കെ. ഫ്രണ്ട്സ് കാണാറുണ്ട്, അപ്പൊ അവരിങ്ങനെ പറയും. ആ, ഓക്കെ ഓക്കെ. ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു നോളജ് അതിൽ ഉണ്ടായിരിക്കുക. ഇനിയിപ്പോൾ ക്രിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ഫുട്ബോൾ ആണെന്നുണ്ടെങ്കിലും എന്ത് സ്പോർട്സ് ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒരു ചെറിയൊരു നോളജ് അതിനെ കുറിച്ച് ഞാൻ ഉണ്ടായിരിക്കുക. ക്രിക്കറ്റ് കാണും കുറച്ചും ഓക്കെ കൂടെ. ഓക്കെ. വേൾഡ് കപ്പ് ഒക്കെ ആണെങ്കിൽ ക്രിക്കറ്റ് ആണ് മെയിൻ ആയിട്ട് കാണാം. ഓക്കെ ഓക്കെ. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പോവാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസിലോട്ട് പോവാം. ഒരു തുടക്കത്തില് രണ്ട് മെത്തേഡ് ഉണ്ടെന്നല്ലോ, ഒന്ന് റെലവെന്റും പിന്നെ അതിൽ ഇത് സെക്കൻഡ് പറഞ്ഞു. അതായത് ആ റെലവെന്റ് മെത്തേഡിനെ ഒന്നും കൂടി സമ്മറൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു മെത്തേഡ് 2 ഇപ്പൊ പറഞ്ഞിട്ടുള്ള. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ കോൺട്രിബ്യൂഷന്റെ അതെ അതാണ് അതെ മെത്തേഡ് ടു. അതെ 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 അതെ, മെത്തേഡ് 2 മെത്തേഡ് 1. ഓക്കെ, റിലയൻസ് മെത്തേഡിനെ ഒന്ന് ഷോർട്ട് ആക്കിയതാണ്, ഒന്ന് സമ്മറൈസ് ചെയ്തതാണ്. ഓക്കെ, ഓക്കെ. മെയിൻ രണ്ട് മെത്തേഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. രണ്ട് മെത്തേഡ് യൂസ് ചെയ്താലും സിമിലർ ആയിട്ടുള്ള ഒരു തന്നെ കിട്ടുക. അതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? അതായത് ആ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തന്നില്ലേ, അതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്. അതായത് സെയിം ഇതിന്റെ സെയിൽസ് റവന്യൂ, സെയിം ഇതിന്റെ അതായത് ഒരു ഡ്രോപ്പ് ചെയ്യുന്ന സെഗ്മെന്റിന്റെ സെയിൽസ് റവന്യൂ, അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റും ആണ് നമ്മളവിടെ വരുന്നത്. അപ്പൊ അത് രണ്ടും ലെസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്തു, കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടും. ഓക്കെ, ഈ ഒരു സെയിം കാര്യം ഓൾറെഡി മുബഷിറ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി അവോയ്ഡബിൾ ആയിട്ടുള്ള വേരിയബിൾ കോസ്റ്റ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ വരൂല. ഓക്കെ, ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഇതൊന്ന് ചെയ്തേ. അടിയിൽ പ്രോപ്പർ ആയിട്ട് വായിച്ചു നോക്കട്ടോ. ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, ഇവിടെ അടിയിൽ HR എന്ന് കൊടുത്തത് ഹാർഡ് റബ്ബർ ആണ് കേട്ടോ. ഏറ്റവും അടിയിൽ ഇവിടെ കൊടുത്തിട്ടുള്ളൂ ഹാർഡ് റബ്ബർ ആണ്. ആൻസർ ചാറ്റ് ബോക്സിൽ ഇടുക കേട്ടോ, പ്രൈവറ്റ് മെസ്സേജ് ആയിട്ട്. ABC ഉണ്ട്, അപ്പോൾ ഓരോന്നിൻ്റെ ചാറ്റ് ബോക്സിൽ അങ്ങനെ ഇടാം.
ശിവാനി തെറ്റാണ്. ഒന്നുകൂടി നോക്കിയേ. മുബഷിറ തെറ്റാണ്. ഒന്നുകൂടി നോക്കിയേ. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റാടാ. ശിവാനി കറക്റ്റാട്ടോ. സോറി സോറി, മൈ മിസ്റ്റേക്ക്. ഇതേപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇനി ഈ ഒരു സിമിലർ ക്വസ്റ്റ്യനിലാണ് ബാക്കിയുള്ള ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരാനുള്ളത്. ഞാൻ ആൻസർ നോക്കിയത് അടുത്തതിൻ്റെ. ഓക്കെ, കറക്റ്റാണ്. രണ്ടുപേരും കറക്റ്റാട്ടോ. ശിവാനി ആൻഡ് മുബഷിറ കറക്റ്റാണ്. സോറി, മൈ മിസ്റ്റേക്ക്. ഇപ്പൊ അയച്ച ആൻസർ തെറ്റാട്ടോ. ഒരു മിനിറ്റ്, ഞാൻ മാറി എഴുതി. ഓക്കെ ഓക്കെ ഓക്കെ. ഡ്രോപ്പ് ആണോ കണ്ടിന്യൂ ആണോ എന്നുള്ളത് അയക്കുക. അതുപോലെ തന്നെ പ്രോഫിറ്റ് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ടോട്ടൽ ഓപ്പറേറ്റിംഗ് ഇൻകം ഓഫ് ഏബൽ കമ്പനി ആഫ്റ്റർ ഡ്രോപ്പിംഗ് ഹാർഡ് റബ്ബർ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ടോട്ടലിൽ എത്ര എന്നുള്ളത് നോക്കുക. ഓക്കെ, മുബഷിറ നോട്ട് കണ്ടിന്യൂ എന്നാണ് കൊടുത്ത്. സാർ ഓപ്ഷനിൽ ഡ്രോപ്പ് ഓർ നോട്ട് എന്നാ പറഞ്ഞ, അപ്പൊ അതില് നോട്ട്. ഓ, കണ്ടിന്യൂ ആണെന്നാണ് ഉദ്ദേശിച്ചത്. അതെ, ഓക്കെ 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 അതൊക്കെ കോമൺ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ചെറിയൊരു കൺഫ്യൂഷൻ ആയി. നോട്ട് കണ്ടിന്യൂ എന്ന് കൊടുത്തപ്പോൾ കണ്ടിന്യൂ ചെയ്യേണ്ട എന്നുള്ള രീതിയിലായി. ഓക്കെ 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 ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതില് സി ഓക്കെ ഓക്കെ കറക്റ്റാ. ഗുഡ്. ഓക്കെ, ശിവാനി കറക്റ്റാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറും കൂടെ ഒന്ന് ഫൈൻഡ് ചെയ്യാം. ആരാധന കറക്റ്റാണ്. ഗുഡ്. ആരാധന നെഗറ്റീവ് ഫിഗർ ആയതുകൊണ്ടല്ലേ ബ്രാക്കറ്റ് ഇട്ടത്? യെസ് സർ. ഓക്കെ, ഗുഡ്. ശിവാനി കറക്റ്റാണ്. ഗുഡ്. ഓക്കെ, ആരാധന ഫൈനൽ ക്വസ്റ്റ്യൻ ആൻസറും കൂടെ ഒന്ന് ഫൈൻഡ് ചെയ്താൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സർ അയച്ചിട്ടുണ്ട്. അയച്ചിട്ടുണ്ടോ? ഓക്കെ, കറക്റ്റാണ്. ഗുഡ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ അല്ലേ? കൺഫ്യൂഷൻസ് ഉണ്ടോ ആർക്കെങ്കിലും? Yes. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു ക്വസ്റ്റ്യനിലാണ് ഇനി വരുന്ന ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യന് ഒരു മിനിറ്റ്. സാർ ഇത് എഴുതിയെടുക്കണോ? ക്വസ്റ്റ്യൻ എഴുതിയെടുത്താൽ അത്രയും നല്ലത്. ഓക്കെ, ഓക്കെ. ദാറ്റ്സ് ബെറ്റർ. വേണേലൊന്ന് എഴുതിയെടുത്തോ, അത് നന്നാവും. ഓക്കെ, ഇനി ഇതിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത കുറേ ഭാഗങ്ങൾ ഇതിൽ ചെറിയ എഡിറ്റ് വന്നിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യന്റെ മേലെ എഡിറ്റ് 1 എന്നുള്ളത്, അതായത്
എവിടെയാ എഡിറ്റ് വണ്? ഈ അസ്യൂം നൺ ഓഫ് ദ ഈ അടിയിൽ കൊടുത്ത റിക്വയർമെന്റ് ഉണ്ടല്ലോ, അതാണ് ചേഞ്ച് ആവുന്നത്. ഓക്കെ, അത് എഡിറ്റ് വൺ എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് നോട്ടിൽ എന്തെങ്കിലും ആഡ് ഓൺ ആയിട്ട് ഇനി വരേണ്ടതായിട്ട് ഉണ്ടോ? അതായത് എന്തെങ്കിലും നോട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ആഡ് ഓൺ ആയിട്ട് വേണ്ടതുണ്ടോ? ഓക്കെയാണ് സർ. ഓക്കെ അല്ലേ? ആരാധന, മാർജിൻ ശിവാനി? അനാലിസിസിന്റെ യെസ് സർ. 3-ാമത്തെ ടോപ്പിക്കാണിത്. അതെ, ആ ആ. അതിൽ ഓക്കെ ആണോ? ഓക്കെ. മാർജിനൽ അനാലിസിസ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ചെറിയൊരു തിയറി പോർഷനും കൂടെ ഈ ഒരു സബ്ജക്റ്റിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. പ്രൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് തിയറി, കുറച്ച് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ സെക്ഷൻ സിയും കംപ്ലീറ്റ് ആയി. അതായത് ഒരു CMA എന്നുള്ളതിൻ്റെ 25% ഏകദേശം ഒരു പാർട്ടിന്റെ പകുതി കഴിഞ്ഞു. അതായത് 3 സെക്ഷൻ കംപ്ലീറ്റ് ആവുമല്ലോ. പിന്നെ ഉള്ളത് 2 തിയറി പേപ്പറും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഫൈനാൻസ് എന്ന് പറഞ്ഞൊരു വാസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണുള്ളത് സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ കോർപ്പറേറ്റ് ഫിനാൻസ് ഞാനല്ല എടുക്കുന്നുണ്ടാവുക, തിയറി പേപ്പർ രണ്ടും ഞാൻ തന്നെ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക, മേ ബി. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വരുമെന്ന് അറിയില്ല. കറണ്ട്ലി ഞാനാണ് തിയറി പേപ്പർ എടുക്കാൻ ചാൻസ് ഉള്ളത്. കോർപ്പറേറ്റ് ഫിനാൻസ് ഞാൻ എടുക്കാറില്ല, എനിക്ക് തന്നെ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ്. സർ, ഈ ടോപ്പിക്കിൽ ഇനി എത്ര ടോപ്പിക് ഉണ്ട് എടുക്കാൻ? ഒന്ന് ബാക്കോട്ട് മറിച്ച് നോക്കിയേ, ആ പേജൊക്കെ ഒന്ന് ബാക്കോട്ട് പോട്ടെ. നമ്മൾ മാർജിനൽ അനാലിസിസ് എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ എഴുതിയിട്ടുണ്ടാവും, അതിൽ കുറച്ച് സബ് ടോപ്പിക്സ് എഴുതിയിട്ടുണ്ട്. ബാക്കോട്ട് പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അത്രയും ടോപ്പിക്ക് ഇനി റിമൈനിങ് ആയിട്ടുണ്ടാവും. ഓക്കെ, അറൗണ്ട് 3 or 4 ടോപ്പിക്സും കൂടെ അല്ലേ? അതല്ലേ ഉള്ളത്, 3 ടോപ്പിക്സ്. ഓക്കെ, യെസ് സർ. അത്രയും ടോപ്പിക്സ് ഇനി മാർജിനൽ അനാലിസിസിൽ ഉണ്ടാവും. ഇപ്പൊ ഈ ഡ്രോപ്പ് എ സെഗ്മെന്റ് ഓർ നോട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല ഏകദേശമൊക്കെ. ഇനി ഇതേപോലെ തന്നെ ആഡ് എ സെഗ്മെന്റ് ഓർ നോട്ട്. ഓക്കെ, അത് രണ്ടും ഉണ്ടാവും. പിന്നെ ഉള്ളത് വൺ ടൈം സ്പെഷ്യൽ ഓർഡർ, അതുപോലെ തന്നെ സെല്ലർ ഫർദർ പ്രോസസ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇനി ഉണ്ടാവുക. രസമായിട്ടുള്ള ടോപ്പിക്കുകളല്ലേ ഇതൊക്കെ? പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? കഷ്ടപ്പാട് തോന്നുന്നുണ്ടോ? ക്വസ്റ്റ്യൻസ് കഷ്ടപ്പാടുണ്ട് സർ. ഇപ്പൊ ഈ മനസ്സിലാവാത്തതിന്റെ ക്വസ്റ്റ്യനില്, അതെ, ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ സാറ് ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. മറ്റേത് സാറ് ഹോംവർക്ക് തന്നില്ലായിരുന്നു സർ, അതൊന്നും പറയുന്നു. ഞാനത് ഏത്? ഓപ്പൺ ആക്കിയിട്ട് ഒരു അസൈൻമെന്റ് തന്നില്ലായിരുന്നു സർ. അതെ, PDF. അത് ആ PDF അത് ഓപ്പൺ ആക്കിയിട്ട് സിസ്റ്റത്തിൽ ഓപ്പൺ ആക്കി ലാസ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്തു. അപ്പൊ 34 36 എന്തോ കണ്ടു. ഇതിൽ 75 പേജ് ഉള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നേരെ മേലെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 27 ആയി. 27 ചെയ്ത് വെച്ചിട്ട് ഇനി കുറച്ചല്ലേ ഉള്ളൂ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ ബാക്കി 36 കുറച്ചുകൂടെ ഇത് ചെയ്തിട്ട് സാറിന് അയക്കാൻ വെച്ചിട്ട് വെച്ചു. ഓക്കെ, പിന്നീട് ഒരിക്കൽ ഇത് സാറ് അയച്ചില്ല എന്നും പറഞ്ഞിട്ട് ഇവര് പറഞ്ഞപ്പോഴാണ് ഞാൻ എടുത്ത് നോക്കുമ്പോ ഇത് മൊത്തം 154 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതെ, അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. കണ്ടിട്ടില്ല ഞാൻ. 10 കൂടിയുള്ള ഒരു 9 ഉള്ളൂ, അതും കൂടി ചെയ്തിട്ട് സാർക്ക് അയക്കാൻ വെച്ചിട്ട് വെച്ചു. അപ്പൊ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴാണ് ഇതിന് കുറേ ഉണ്ട് കണ്ടന്റ്. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇപ്പൊ ഇതിൽ സാറ് ഹൈലൈറ്റ് ചെയ്തിട്ട് ഈസി ആക്കി. അത് നമുക്ക് എക്സാമിന് പോകുമ്പോ അതല്ല, ക്വസ്റ്റ്യനിൽ കുറെ വായിക്കാൻ കിടക്കുക, വലിയ വലിയ ഒരു പേജ് ഫുള്ള് ഇതെന്താന്ന് എടുക്കും. വെച്ചാല് ഞാൻ വേറൊരു ക്ലാസ്സിൽ എടുത്തൊരു PDF എടുത്ത ക്വസ്റ്റ്യൻസാ. ഇതൊക്കെ ചെയ്യാം, ഇതൊക്കെ അതിന് ഞാനിപ്പോ ഇന്ന് മോർണിംഗ് എനിക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട് 10 to 4 വരെ.
ഓക്കെ, ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ കോഴിക്കോടാണ്, ഞാൻ മലപ്പുറമാണുള്ളത്. കോഴിക്കോട് ട്രാവൽ ചെയ്തിട്ട് ക്ലാസ് കൊടുത്തിട്ട് ഇവിടെ വരികയാണ്. ഇവിടെ വന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുക, ഒന്ന് ജസ്റ്റ് ഒരു 1 അവർ 1.5 അവർ റെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എടുക്കാനുള്ള ജസ്റ്റ് ടോപ്പിക് ഒന്ന് നോക്കിയിട്ട്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഹോംവർക്ക് തന്നതൊന്നും ഓർമ്മയേ ഇല്ല. ഓക്കെ, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഓക്കെ, അതായത് ലൈക്ക് ആ ഒരു ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്, കാരണം 2 ദിവസത്തെ ബ്രേക്ക് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് മൈൻഡിലേ ഇല്ല. ഓക്കെ, അപ്പോൾ നേരെ പിന്നെ ഇതിലേക്കാ കയറുന്നത്. ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കറന്റ്ലി. എന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യനാണ് ഇത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ്, എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ്. ഇപ്പോൾ ഞാൻ റേഷ്യോ അനാലിസിസ് എടുക്കാറുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ ഈ പാർട്ട് 2 കോർപ്പറേറ്റ് ഫൈനാൻസ് അല്ലാത്ത എല്ലാ സബ്ജക്റ്റും എടുക്കാറുണ്ട്. പക്ഷെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സബ്ജക്റ്റ് ഇതാ, ഡിസിഷൻ അനാലിസിസ്. നല്ല ചില്ലായിട്ട് പഠിക്കാൻ പറ്റിയൊരു സബ്ജക്റ്റാണ്, രസമായിട്ട് പോകുന്ന ഒരു സബ്ജക്റ്റ്. കുറേ കാര്യങ്ങളുണ്ട്, കുറേ രസമായിട്ടുള്ള, നമുക്ക് വൈഡായിട്ട് ഒന്നും കൂടി നമ്മളെ മൈൻഡൊക്കെ ഒന്നും കൂടി ഒന്ന് വൈഡായിട്ട് പോകാൻ. ഞാൻ ഇപ്പം ഇത് തുടങ്ങിയ സമയത്ത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ് കഴിയുന്നില്ല, ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നിങ്ങൾ ഒരുപാട് ഡെവലപ്പായി, നിങ്ങൾ അറിയുന്നില്ല ഒന്നും. ഇപ്പൊ ഏകദേശം ഐ തിങ്ക് ശിവാനി ആരാധനൊക്കെ എത്രയോ ക്വസ്റ്റ്യൻസ് അതിൽ ചെയ്തു, ആ PDF അയച്ചു കൊടുത്ത്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, 100 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് വരുന്നത് അറ്റ് എ ടൈം 3 hours. ഞാൻ പറഞ്ഞ പോലെയാണെന്നുണ്ടെങ്കിൽ 20 minutes കൊണ്ട് 30 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ട് 100 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ട്രെയിൻ ചെയ്യാണ്, ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്താലേ എന്തെങ്കിലുമൊക്കെ സക്സസ് ആവാൻ പറ്റുള്ളൂ. ഹാർഡ് വർക്ക് ചെയ്യാതെ ഒന്നും എവിടെ എത്തൂല, ആരും എവിടെ എത്തൂല. പിന്നെ അത്രയും ഭാഗ്യം, അത്രയും ഇത് വേണം. ഓക്കെ, ഒക്കെ മുമ്പിൽ ഒക്കെ റൈറ്റ് ടൈമിൽ വരണം എന്നുണ്ടെങ്കിൽ അത്രയും ഭാഗ്യമാണ്. ഓക്കെ, അതൊക്കെ ചാൻസ് കുറവാ. വരൂല എന്നല്ല, മേ ബി വരാം. ഓക്കെ, എന്നാലും ചാൻസ് കുറവാണ്. നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് പിന്നെ ഭാഗ്യം കൊണ്ട് മാത്രം വരുന്നതാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം നമുക്ക് അതിന് വാല്യൂ ഉണ്ടാവും. ഹാർഡ് വർക്ക് ചെയ്ത് അതിനൊരു വാല്യൂ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഫെയിലായിട്ട് പാസ്സായതാണ്, എനിക്കതുകൊണ്ട് ആ ഒരു കാര്യം കൊണ്ട് എനിക്കതുകൊണ്ട് ബാക്കിയുള്ള എൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ള ബാക്കിയുള്ളവരെക്കാട്ടിലും എനിക്ക് വാല്യൂ ഉണ്ട്. അവർക്കൊക്കെ ഫസ്റ്റ് ടൈം കിട്ടിയോണ്ട് അവർക്ക് ഇത് ഇത്രയും ഈസി ആയിരുന്നോ എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. എനിക്കതില്ല, എനിക്കത് ഹാർഡായിട്ട് ഞാനത് ക്രാക്ക് ചെയ്തെടുത്ത് വന്നതാണ്. ഓക്കെ, അവർക്കൊക്കെ അത് ഈസി ആയിട്ടാണ് തോന്നിയത്. മേ ബി അവർക്ക് ഇതിലേറെ എന്നെക്കാൾ പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഓരോ സ്റ്റുഡൻസിനും ഓരോ കാലിബറാണ്. പക്ഷെ നമ്മൾ എന്ത് അച്ചീവ് ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുന്നു, അത് അച്ചീവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതിനുള്ള എഫേർട്ട്, എത്രത്തോളം എഫേർട്ട് ഇടാൻ പറ്റും അത്രത്തോളം എഫേർട്ട് ഇടാം. ഓക്കെ, തോറ്റ് പിന്മാറിയ കുറേ പേരുണ്ടായിരുന്നു എൻ്റെ ഒപ്പം പഠിച്ച്. അതായത് 1 ടൈം അല്ലെങ്കിൽ 2 വട്ടമൊക്കെ എക്സാം ചെയ്തിട്ട് കിട്ടാതെ ഡ്രോപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ട്. CMAക്ക് ഡ്രോപ്പ് ചെയ്യുന്നവരാ കൂടുതൽ, കണ്ടിന്യൂ ചെയ്തതിനേക്കാളും ഡ്രോപ്പ് ചെയ്യുന്നവരാ കൂടുതൽ. തോറ്റ് പിന്മാറി വേറെ എന്തെങ്കിലും ജോബിന് പോകണമെന്നുണ്ടെങ്കിൽ പോവാം. പക്ഷെ ഇങ്ങനൊരു ഇത്രയും ടൈം, ഏകദേശം 1 year, ഓക്കെ, 10 months or 1 year, ഓക്കെ, 8 to 10 അല്ലെങ്കിൽ 12 months, 1 year, അറൗണ്ട് 1 year നമ്മൾ ക്ലാസ്സും കേട്ട് അത്രയും ടൈം വേസ്റ്റ് ആയില്ലേ. ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള തിങ് എന്താ, ലൈഫിലെ ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള സംഭവം സമയമാണ്. പൈസ പോയാൽ ഉണ്ടാക്കാം, സമയം ഒരിക്കലും തിരിച്ചു കിട്ടൂല. ഓക്കെ, അതാണ് ഏറ്റവും മോസ്റ്റ് വാല്യബിൾ തിങ് ഇൻ ലൈഫ്. ഓക്കെ, സമയം പോയാൽ തിരിച്ചു കിട്ടൂല. ഇവരൊക്കെ ഇപ്പോൾ ആരാധന, ശിവാനിയൊക്കെ റൈറ്റ് ടൈമാ, അവരുടെയൊക്കെ ഏറ്റവും നല്ല സമയമാണ്. അവരൊക്കെ ഇത് ഈ ഒരു 1 year കൊണ്ട് 2 year കൊണ്ടൊക്കെ പാസ്സായെടുത്ത സെറ്റാണ്, ലൈഫ് സെറ്റാണ് അല്ലേ. മുബഷിറ ഇത്രയും ടൈം എടുത്ത് എന്നുണ്ടെങ്കിൽ പോലും ഇതിലൊക്കെ തിരിച്ചു വരാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര, ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊരു ടഫായിട്ടുള്ള ഡിസിഷനാണ്. ഈ വർക്ക് ചെയ്യുന്ന ലൈഫിൽ നിന്ന് തിരിച്ച് പഠിക്കാൻ വരിക എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത് എനിക്ക് പേഴ്സണലി എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു 32 ഏജുള്ള ഒരാൾ. ഓക്കെ, മൂപ്പരൊക്കെ ഇത്രയും എഫേർട്ട് എടുത്തു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൂപ്പർക്ക് ഒന്ന് ക്ലാസ്സിലൊരു ടൈം ലിമിറ്റിലേറെ ക്ലാസ്സിൽ, അത് റെഗുലർ ആയിട്ടാണ് വന്നത്, ലിമിറ്റിലേറെ ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്നുണ്ടെങ്കിൽ പോലും മൂപ്പര് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്തെടുത്തു. അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. എഫേർട്ട് ഇടാതല്ല കിട്ടിയത്. അപ്പൊ നമ്മളെ മാക്സിമം എഫേർട്ട് ഇതിന് ഇടുക, ഇതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. എപ്പോഴും പറയണ പോലെ തന്നെ ഇതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്താൽ പിന്നെ നമ്മളൊരു
നമുക്ക് അത് വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ എഫേർട്ട് എടുക്കും. ഓക്കെ, നമ്മളെ ഇന്നർ മൈൻഡിൽ നമുക്ക് അത് അച്ചീവ് ചെയ്യണമായിരുന്നു. എത്ര ഫെയിൽ ആയാലും അച്ചീവ് ചെയ്യും. വൺസ് നമ്മളാ ഉള്ളിൽ ആ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങളത് അച്ചീവ് ആവും. ഓക്കെ, മാക്സിമം എഫേർട്ട് എടുത്ത് ഒരു ഭാഗ്യം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ വന്നിട്ട് ഒരു പുഷിലൂടെ കയറി പോവാണ്. ഓക്കെ, അപ്പോൾ മൈൻഡിൽ ഉണ്ടായിരിക്കുക. എല്ലാ നെഗറ്റീവ് തോട്ട്സും മാറ്റി വെച്ചിട്ട് പോസിറ്റീവായിട്ട് എടുക്കുക, പഠിക്കുക. വേറെയും കുറേ കാര്യങ്ങൾ മുമ്പിൽ വരും. ഒബ്സ്റ്റക്കിൾസ് കടന്നിട്ടാണല്ലോ നമ്മളൊരു ഫൈനൽ പോയിന്റിൽ എത്തുന്നത്. ഓക്കെ, അപ്പം അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിൻ്റെ അടിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് മറികടക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. ഇതിന് ആൻസർ ചെയ്തണ്ടേ? ആൻസർ ഓൾറെഡി എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിതൊന്ന് ഡിസ്കസ് ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, സ്ക്രീൻ കാണുന്നില്ലേ? ഫസ്റ്റത്തെ എന്താണ്? ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇഫ് വി ഡ്രോപ്പ് ഹാർഡ് റബ്ബർ ബാറ്റ്സ്. ഹാർഡ് റബ്ബർ ബാറ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്, ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് കാണുന്നില്ല. ഹാർഡ് റബ്ബർ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഹാർഡ് റബ്ബർ എന്ന് പറയുന്ന സെഗ്മെന്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ഡ്രോപ്പ് ചെയ്യാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? ഇഫ് ഈ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളതാണ് നമ്മൾ ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യന് ഇനി വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ക്വസ്റ്റ്യന് ഒരു ഐഡിയ കിട്ടിയിട്ടില്ലേ? കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. വുഡ്, അലുമിനിയം, ഹാർഡ് റബ്ബർ, ഈ 3 സെഗ്മെന്റ് ആണുള്ളത്. ഇതിൽ ഹാർഡ് റബ്ബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റ് നമ്മൾ ഒഴിവാക്കുകയാണ്. അപ്പോൾ അതിന്റെ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അസ്യൂം നൺ ഓഫ് ദ ഫിക്സ്ഡ് എക്സ്പെൻസ് ഫോർ ഹാർഡ് റബ്ബർ ലൈൻ ആർ അവോയ്ഡബിൾ. ഏതും ഫിക്സ്ഡ് കോസ്റ്റ്, ഹാർഡ് റബ്ബറിന്റെ ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഫിക്സ്ഡ് എക്സ്പെൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അത് പ്രോപ്പറായിട്ട് അതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടോ? അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടോ? ഇല്ല. അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ഇല്ല. ഓക്കെ, കോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിന് ഉണ്ടാവും. ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ്, അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ഇല്ല. ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ എത്രയാണ്? കോൺട്രിബ്യൂഷൻ മാർജിൻ എത്ര പോയത്? 7,000. ഓക്കെ, 7,000. അപ്പോൾ ലോസ് ആണ് 7,000 ഇഫ് ഈ ഡ്രോപ്പ്. ഇൻക്രിമെന്റൽ ലോസ് ഇഫ് വി ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇൻക്രിമെന്റൽ ലോസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. നോട്ട് ഡ്രോപ്പിംഗ്, അല്ലേ? ടോട്ടൽ ഓപ്പറേറ്റിംഗ് ഇൻകം ഓഫ് ഏബൽ കമ്പനി ആഫ്റ്റർ ഡ്രോപ്പിംഗ് എന്താണ്? ബി എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, സിയിൽ എന്താ പറയുന്നത്? ടോട്ടൽ ഓപ്പറേറ്റിംഗ് ഇൻകം ഓഫ് ഏബൽ കമ്പനി ആഫ്റ്റർ ഡ്രോപ്പിംഗ്. ഏബൽ കമ്പനീൻ്റെ ടോട്ടൽ ആയിട്ടുള്ള ഇത് തന്നിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് ഇൻകം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതെങ്ങനെ ഫൈൻഡ് ചെയ്യുക? പ്രോഫിറ്റ് ബിഫോർ ഡ്രോപ്പിംഗ് പ്ലസ് ഓർ മൈനസ് incremental profit or loss gives profit after dropping. Okay, profit before dropping എത്രയായിരുന്നു? 110,000 അല്ല, ലോസ് ആണ് വരുന്നത്, അതുകൊണ്ട് നെഗറ്റീവ് ആവും. 7,000, 103,000. ഓക്കെ, ഇതാണ്, ഈ ഒരു രീതിയിലാണ് പറയുന്നത്. ഓക്കെ, എഴുതിയിട്ടുണ്ടോ?
ഒന്ന് എഴുതി വെക്കുക. ഇനി ഇതിൽ അടുത്ത എഡിറ്റ് തരും, സെക്കൻഡ് എഡിറ്റ്. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ആരാധന എടുത്തു. യെസ് ഞാൻ സർ മറ്റേ കഴിഞ്ഞു. ഞാൻ എങ്ങനെ ശിവാനി? ഫസ്റ്റ് മെത്തേഡ് എടുത്തു. ഓക്കെ ഓക്കെ അവോയ്ഡബിൾ കോസ്റ്റ് മൈനസ് ലോസ്റ്റ് സെയിൽസ് റവന്യൂ. ഓക്കെ 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 ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, രണ്ട് രീതിയിലും ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഇതിൽ തന്നെ പല സിനാരിയോസ് ഞാൻ തരട്ടെ. അതായത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്താൽ മതി. ഓക്കെ, കുറച്ച് സിനാരിയോസ് ഞാൻ എഴുതാം. ഓക്കെ, അത് പ്രോപ്പറായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതല്ലേ നല്ലത്? നിങ്ങൾ ചെയ്യൂലേ? യെസ് സർ. ഓക്കെ, PDF ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയോ ബാക്കിയുള്ളവരുതൊക്കെ? 27 ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഒത്തിരി ഉണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചെയ്തെടുത്തോളം അയക്കണോ സർ? അത് എങ്ങനെയുണ്ട്? എങ്ങനെ? അല്ല, എനിക്ക് അയക്കണ്ട. ഞാൻ ഇവരോടും ഇവർക്കൊക്കെ ആൻസർ കീ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യുക. അതിൽ എന്തെങ്കിലും ഡൗട്ട്, ഏതെങ്കിലും ക്വസ്റ്റിന് അതിൽ തന്നെ എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ട്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, കാരണം ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന ക്വസ്റ്റ്യൻസാണ്. ക്ലാസ്സിൽ പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. എന്നുണ്ടെങ്കിൽ കൂടി എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അതിൽ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു ആൻസർ കീ, നിങ്ങൾ ആ ആൻസർ കീ ഒന്ന് ഇവർക്ക് അയച്ചു കൊടുക്കും കേട്ടോ. ആരാധന, ശിവാനി, നിങ്ങൾക്ക് ഓക്കെ അയച്ചു സർ. തന്നിട്ടില്ല. എന്നിട്ട് അത് പ്രോപ്പറായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഓൾറെഡി ഹോക്കിന്റെ സോഫ്റ്റ്വെയർ നിങ്ങളടുത്തുണ്ട്. നിങ്ങൾ ആരും അത് തുറന്നിട്ട് പോലും ഇല്ല എന്നാണ് ഞാൻ കേട്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് ഇടുന്നോ അത്രത്തോളം നിങ്ങൾക്ക് പാസ് ചെയ്യാൻ ആവാനുള്ള പ്രോബബിലിറ്റി അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സാർ നിങ്ങളെ അതിനകത്ത് പക്ഷെ ടെസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അത് ഫുൾ ആയിട്ടുള്ളതല്ലേ കൊടുക്കുന്നത്? CMA-യുടെ ഫുൾ ടെസ്റ്റ് പോലെയല്ലേ പ്രാക്ടീസ് ടെസ്റ്റ്? അതിൽ തന്നെ ഓരോ സെക്ഷൻ വൈസ് ആയിട്ടും ടെസ്റ്റുകൾ ഉണ്ട്. ഓരോ സെക്ഷന്റെ ഇന്നർ പാർട്ടിലും ടെസ്റ്റുകൾ ഉണ്ട്. ഓക്കെ, അതിലും നോക്കാം. ഓക്കെ, ഓരോ സെക്ഷന്റെ ഇന്നറിലായിട്ടും ടെസ്റ്റുകൾ ഉണ്ട്. ലൈക്ക് സെക്ഷൻ എ കംപ്ലീറ്റ് ചെയ്തതാണ് മുബഷിറ, ആരാധന ഒക്കെ. അപ്പോൾ സെക്ഷൻ എൻ്റെ ഒരു 25 ക്വസ്റ്റ്യനോ 20 ക്വസ്റ്റ്യനോ ഒക്കെ അതിലുണ്ട്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതാണ്, നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. നിങ്ങൾ ഇതുവരെ അതൊന്നും നോക്കിയിട്ടുണ്ടാവൂല. ഓക്കെ, സെക്ഷൻ എ നോക്കിയിട്ടുണ്ടോ? അന്ന് എടുത്തു വെച്ചതല്ലേ, അതിന് ശേഷം എന്തെങ്കിലും അതിൽ നോക്കിയിട്ടുണ്ടോ? സത്യം പറഞ്ഞേ, ആരെങ്കിലും നോക്കിയവരുണ്ടോ? ആരാധന, അതുപോലെ തന്നെ മുബഷിർ, ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ സെക്ഷൻ എ? അതുപോലെ തന്നെ സെക്ഷൻ ഇ അന്ന് വിട്ടതായിരിക്കും. അന്ന് അവിടെ എന്താണോ ഫൈനലായിട്ട് എഴുതി വെച്ചത് അവിടെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എത്രത്തോളം എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തോളൂ. നമ്മളത് കണ്ടിന്യൂ ചെയ്ത് തീർക്കാം, അതാവും ബെറ്റർ. ഓക്കെ, അസ്യൂം ആൾ ഓഫ് ദ ഫിക്സഡ് എക്സ്പെൻസസ് for the hard rubber line are avoidable. All of the fixed expenses for the hard rubber line are avoidable. Okay, avoidable ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 കാര്യങ്ങൾ ABC, നേരത്തെ ABC തന്നെ. ഓക്കെ, ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ്, ഇഫ് വി ഡ്രോപ്പ് ഹാർഡ് റബ്ബർ, ഡ്രോപ്പ് ഓർ നോട്ട്, ടോട്ടൽ ഓപ്പറേറ്റിംഗ് ഇൻകം ഓഫ്, സിമിലർ തന്നെ കേട്ടോ. ABC സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അത് ഇനി എഴുതേണ്ട ആവശ്യമില്ലല്ലോ. സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെ അതിലുള്ള നേരത്തെ ഉള്ള സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിക്വയർഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി തേർഡ് സിനാരിയോ. ഓക്കെ, തേർഡ് സിനാരിയോ
if the total income after third edit ആണ് after dropping if the total income after dropping the hard rubber line is 105,000. Hard rubbers avoidable fixed expenses were okay. Fixed expense എത്ര എന്നുള്ളതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. If the total income after dropping the hard rubber line is 105,000. Okay. ടോട്ടൽ ഇൻകം ആണ് ആ കമ്പനീന്റെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ് പറയുന്നത്. ഓക്കെ, ടോട്ടൽ ഓപ്പറേറ്റിംഗ് ഇൻകം ആഫ്റ്റർ ഡ്രോപ്പിംഗ് ദ ഹാർഡ് റബ്ബർ ലൈൻ ഈസ് 105,000. ഹാർഡ് റബ്ബേഴ്സ് അവോയ്ഡബിൾ ഫിക്സഡ് എക്സ്പെൻസ് വേർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 105,000 ആണ് എന്നുണ്ടെങ്കിൽ ഹാർഡ് റബ്ബറിന്റെ എന്ത് ഫിക്സഡ് എക്സ്പെൻസ് എത്ര എന്നുള്ളത്, അവോയ്ഡബിൾ ആയിട്ടുള്ള ഫിക്സഡ് എക്സ്പെൻസ് എത്ര എന്നുള്ളത്. ആദ്യം ഹാർഡ് റബ്ബറിന്റെ ഫിക്സഡ് എക്സ്പെൻസ് എത്രയെന്ന് നോക്കുക, എന്നിട്ട് അതിൽ നിന്ന് അവോയ്ഡബിൾ ആയിട്ടുള്ള ഫിക്സഡ് എക്സ്പെൻസസ് എത്ര എന്നുള്ളത് നോക്കുക. ഓക്കെ ഓക്കെ ഡ്രോപ്പ് ചെയ്തതിന്റെ ശേഷമുള്ള ഇതാണ് കേട്ടോ അത് 105,000 എന്നുള്ളത്. കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ അതില്. Yes, sir. ഓക്കെ, അത് 2 മതി. ഓക്കെ, 2 നിങ്ങൾ ചെയ്തോളൂ, ബാക്കി നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? ഓക്കെ അല്ലേ? ശിവാനി, Yes, ആരാധന? sir. യെസ് സർ. ഓക്കെ 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 എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ടോപ്പിക്ക്? ഓക്കെ ആണോ? ഡ്രോപ്പ് എ സെഗ്മെന്റ് ഓർ നോട്ട് പ്രോപ്പർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൽ കുറച്ച് സിനാരിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്, അത് ആൻസർ ചെയ്യുക. ഓക്കെ, അതിൽ 2-3 സിനാരിയോസ് തന്നെ, സിമിലർ ക്വസ്റ്റ്യൻ തന്നെ 2-3 സിനാരിയോസും കൂടി ഇനി പറയാനുണ്ട്. ഓക്കെ, അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അതൊന്ന് ഓർമ്മയാക്കുക കേട്ടോ, ഈ ഒരു കാര്യം ഒന്ന് ഓർമ്മയാക്കുക. പിന്നെന്താണ്, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു സിമിലർ ടോപ്പിക്കിൽ തന്നെ 3 എക്സാംസ് ഇടാനും വേണ്ടിയിട്ടാണ് സാർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കറണ്ട്ലി ഒരു എക്സാം കഴിഞ്ഞിട്ടുണ്ട്, CVPന്റെ ഒരു എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി CVPന്റെ ഒരു എക്സാമും കൂടെ, അത് 1-2 എക്സാമും കൂടെ റിമൈനിങ് ആയിട്ടുണ്ടാവും. 2 എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ് ഇനി ഓൾറെഡി ഉണ്ടാവുള്ളൂ, കാരണം ഓൾറെഡി നിങ്ങൾക്ക് ഒരു PDF ഞാൻ തന്നില്ലേ, ഗ്ലിം സോഫ്റ്റ്വെയറിന്റെ PDF ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി വൈലിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇവർക്ക് എക്സാമിന്റെ സമയം ആയതുകൊണ്ടാണ് അന്നത്തെ എക്സാമിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാഞ്ഞത്. ഓക്കെ, ഞാൻ ഒരു 15ന്റെ മുകളിലോട്ടാണ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുബഷിറൊക്കെ ഉണ്ട്. ആരാധനക്ക് എത്രയായിരുന്നു മാർക്സ് ഉണ്ടായിരുന്നത്? 15. ഓക്കെ, ശിവാനി എത്രയായിരുന്നു? 12. ശിവാനി 12. ഓക്കെ 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 അപ്പോൾ അതൊന്ന് നമ്മൾ കൂടുതൽ അതിന് എഫേർട്ട് എടുത്ത് ഇരിക്കണം. ഓക്കെ, ആരാധന, ശിവാനി. ഓക്കെ, മുബഷിറക്ക് ഐ തിങ്ക് 20 ആയിരുന്നു അല്ലേ? 20 ഔട്ട് ഓഫ് 20 അല്ലായിരുന്നു? ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും ആ ഒരു ലെവലോ അല്ലെങ്കിൽ അതിന്റെ മുകളിലോട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളെല്ലാവരും 20 ഔട്ട് ഓഫ് 20 എത്താൻ ശ്രമിക്കുക. ഓക്കെ, എന്നുണ്ടെങ്കിൽ പോലും 15 ഒരു അത്യാവശ്യം പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ചെറിയ കൺഫ്യൂഷൻസ് ആയിരിക്കും ഫസ്റ്റ് ടൈം എക്സാം എഴുതുന്നതല്ലേ ഈ ഒരു സബ്ജക്റ്റിൽ. ഓക്കെ, ഇനി വരും എക്സാമിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് അതിന് എഫേർട്ട് ഇട്ടിട്ട് ഇത് ചെയ്യാം, പ്രോപ്പറായിട്ട് അത് ക്യാരി ചെയ്ത് പോവാം. ഓക്കെ, പിന്നെ എന്താണ്, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഉണ്ടായിരുന്നോ?
എന്തെങ്കിലും നോട്ട്സ് കാര്യങ്ങളിൽ അഡീഷണൽ ആയിട്ട് വേണോ? ഇപ്പോൾ ഉള്ള നോട്ട്സ് തന്നെ ഓക്കെ ആണോ? ശിവാനി, ആരാധന ഓക്കെ ആണോ? സാർ ഈ ഒരു ടോപ്പിക് മൊത്തം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു സമ്മറി പോലെ ഒന്ന് അത് കൊടുക്കാവോ? ഈ ഒരു ടോപ്പിക്കിന്റെ എല്ലാത്തിന്റെ ജസ്റ്റ് ഇക്വേഷൻസും കാര്യങ്ങളുമായിട്ട് ലാസ്റ്റ് വരും. ഓക്കെ, ജസ്റ്റ് ഒരു സമ്മറി ആയിട്ട് ഓരോന്ന് എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു 1 പേജ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത്രയും പഠിച്ചതിന്റെ ഒരു 1 പേജ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പക്ഷെ ആ 1 പേജ് മാത്രം പഠിച്ചു പോകരുത്. ഓക്കെ, നിങ്ങൾക്ക് ഈ സമ്മറൈസ് ചെയ്തിട്ടുള്ള നോട്ട് തരുമ്പോൾ തന്നെ എനിക്ക് എല്ലാ സ്റ്റുഡൻസിനും കൊടുക്കുമ്പോഴും എനിക്കൊരു പേടിയാണ്. കാരണം ഇവരിത് മാത്രമായിട്ട് പഠിച്ച് എക്സാമിന് പോയാൽ അതൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും നോട്ട് മൊത്തമായിട്ട് നോക്കുക. പിന്നെ ആരാധന, എന്തെങ്കിലും നോട്ട്സ് അഡീഷണൽ ആയിട്ട് വേണോ? ഓക്കെ നോ ആണോ ഇപ്പോൾ സർ. ഉള്ളത്? ഓക്കെ ആണ്. ഉം. ഓക്കെ, ഐ തിങ്ക് ആരാധനക്കും സുബിതക്കും ആയിരുന്നു നോട്ട്സിന്റെ ഒരു കാര്യത്തിൽ കുറച്ച് പേടി ഉണ്ടായിരുന്നത്. ഓക്കെ ആണെന്ന് തോന്നുന്നത്. ഓക്കെ, പിന്നെ സുബിതക്ക് കറന്റ് ഒന്നും റെക്കോർഡിങ്സ് മാത്രമാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ മുബഷിറ ഇന്ന് എടുത്തതൊന്ന് ലൈക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് സുബിതക്ക് അയച്ചു കൊടുക്കുക ഫസ്റ്റിൽ. കാരണം റെക്കോർഡിങ്സ് ഓൺ ആക്കിയിട്ടില്ലായിരുന്നു, ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു റെക്കോർഡിങ്സ് ഓൺ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തത് ജസ്റ്റ് ഒന്ന് നോട്ടൊന്ന് അയച്ചു കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കാൻ വേണ്ടി പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുണ്ടായിരുന്നത്. വേറെ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? ഓക്കെ ആണോ? ഓക്കെയാണ്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള PDF മെല്ലെ 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 തീർക്കാൻ നോക്കി ശ്രമിക്കുക. ഓക്കെ, തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സോഫ്റ്റ്വെയർ ഉണ്ട് നിങ്ങളുടെ അടുത്ത്. ഇപ്പം ഞാൻ തന്നിട്ടുള്ള PDF ക്വസ്റ്റ്യൻസ് ഒക്കെ പഴയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ഒരു 3 വർഷമൊക്കെ മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 3 വർഷം 4 വർഷമൊക്കെ. കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ഈ സോഫ്റ്റ്വെയറിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ ഒന്ന് ജസ്റ്റ് ആ സോഫ്റ്റ്വെയർ ഒന്ന് തുറന്നു നോക്കുക, ഒന്ന് ഫെമിലിയർ ആവുക ആ സോഫ്റ്റ്വെയറിനായിട്ട്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ആ സോഫ്റ്റ്വെയറിൽ തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോഫ്റ്റ്വെയറിന്റെ ഇന്റർഫേസുമായിട്ടൊക്കെ ഒന്ന് ഫെമിലിയർ ആവുക. എവിടെ ക്ലിക്ക് ചെയ്താലാണ് അറ്റ്ലീസ്റ്റ് ആ ക്വസ്റ്റ്യൻ ബാങ്ക് എങ്കിലും കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ മതി. ഓക്കെ, അത് പ്രാക്ടീസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഓരോന്നിന്റെ എക്സ്പ്ലനേഷൻ നോക്കിയാൽ തന്നെ ഓക്കെ ആണ്, നിങ്ങൾ എക്സാം ലെവലിൽ എത്തും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നോക്കുക. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, വാട്സപ്പ് ത്രൂ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, എനിവേസ് ബൈ. താങ്ക് യു സർ. താങ്ക് യു സാർ. താങ്ക് യു സർ. ഓക്കെ ഓക്കെ ഓക്കെ.